പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവ കൃപാമൂർത്തിസ്സ പാതു നഃ. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസത്തെ. അധ്യാത്മസാധനയെ, ഭക്തി സാധനയെ ഇന്നലെ ഭഗവാൻ പറഞ്ഞു. നിത്യയോഗം, സതതയോഗം, സതതം, നിത്യം, യോഗം, ഈ മൂന്ന് വാക്ക് ഈ ശ്ലോകത്തിലുണ്ട്. ഇന്നലെ പറഞ്ഞതാണ്, ഓർക്കാം. അതായത് ഉപാസന, കർമ്മം, ഇത് രണ്ടും നമുക്ക് ചെയ്യാനുള്ളതാണ്. ജ്ഞാനം അറിയാനുള്ളതാണ്, പ്രബോധത്തിനുള്ളതാണ്. വസ്തുതന്ത്രോ ഭവേത് ബോധഃ കർത്തൃതന്ത്രം ഉപാസനം. ജ്ഞാനം റെക്കഗ്നിഷനാണ്. കർമ്മവും ഉപാസനയും ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ഭഗവാൻ ഇവിടെ ഉപാസനയാണ് പറഞ്ഞത്. സതതം നിത്യയുക്താഹം. സദാ അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് ആ മനസ്സിനെ ഭഗവത് സ്മരണം പഠിപ്പിക്കുകയാണ്, ധ്യാനം ശീലിപ്പിക്കുകയാണ്. മനസ്സെന്ന് വെച്ചാൽ എന്താ? ചിത്തവൃത്തികൾ അല്ലെ, തോട്ട് വേവ്സ്. ചിത്തവൃത്തികളെയൊക്കെ നീക്കിയ മനസ്സെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു പദാർത്ഥം പറയാനില്ല. സങ്കല്പ വികൽപ്പാത്മകം മനഃ. ഒരു എട്ടുകാലി വല നോക്കണ പോലെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ചിത്തവൃത്തികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. തോട്ട്സ്, ചിത്തവൃത്തികളാണ് ടൈം ഉണ്ടാക്കുന്നത്. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചിത്തവൃത്തി അല്ലെങ്കിൽ ടൈമേ അറിയില്ല. സമയത്തിന് ഖണ്ഡസംവിത്ത് എന്നാണ് ശാസ്ത്രവചനം. അതായത് ചൈതന്യം അവബോധത്തിൽ ചിത്തവൃത്തികൾ ഉണ്ടാവുമ്പോഴാണ് ടൈം. നിശ്ചലായിട്ടിരിക്കുമ്പോൾ ടൈമേ അറിയില്ല. നിശ്ചലമായിട്ട് ഇരിക്കണ മനസ്സ് അത് മനസ്സല്ല. ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്തുണ്ട്? നിങ്ങൾ ഉണർന്നിരിക്കണോ? ചിത്തവൃത്തികളില്ല. ഉറങ്ങിയിട്ടില്ല. ഉണർവോടെ ഇരിക്കണം. അതിനെയാണ് ഭഗവാൻ യോഗം എന്ന് പറഞ്ഞത്. യോഗം രണ്ട് വാക്ക് ശാസ്ത്രത്തിൽ നിന്ന് എടുക്കാം നമുക്ക്. ഒന്ന് യോഗം, രണ്ട് ബോധം. യോഗം എന്ന് പറയണത് ധ്യാനം, സമാധി, ഭക്തി, ഇതൊക്കെ യോഗമാണ്. ഇതൊക്കെ വരികയും പോവുകയും ചെയ്യുന്നതാണ്. ഉപാസനയുടെ മണ്ഡലമാണ്. കുറെ നേരം സത്സംഗത്തിലിരിക്കുമ്പോൾ ശാന്തമായിട്ടായിരുന്നു. സത്സംഗം കഴിഞ്ഞു പോയതും നമ്മളുടെ ഉള്ളിലുള്ള ഫാക്ടറി പ്രവർത്തിച്ചു തുടങ്ങും. ധ്യാനിക്കുമ്പോൾ കുറച്ചു നേരം ശാന്തമായിട്ടിരുന്നു, പിന്നെ ചഞ്ചലമായിട്ടാണ്. അത് യോഗമാണ്. നമുക്കിപ്പോ യോഗമാണ് വിഷയവും.
മനസ്സിനെ എങ്ങനെ പതുക്കെ 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 യോഗത്തിൽ കൊണ്ടുവരാം. യോഗത്തിൽ കൊണ്ടുവരണത് യോഗത്തിൽ നിരന്തരമായിട്ട് നിർത്താൻ പറ്റില്ല. പക്ഷെ നിശ്ചലമായിട്ട് നിൽക്കണ മനസ്സ് നിങ്ങൾക്കൊരു ഗ്യാപ്പ് തരും. എന്തിനാന്ന് വെച്ചാൽ മനസ്സല്ലാത്തൊരു വസ്തുവിനെ അകമേ കാണാൻ. ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞ പോലെ ജാഗ്രത്തില് മനസ്സും ശരീരവും ഉണ്ട്, ഞാനുണ്ട്. സ്വപ്നത്തില് ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കണു, ഞാനുണ്ട്. സുഖമായി ഉറങ്ങണു, സ്വപ്നവുമില്ല, സുഷുപ്തി, ഡീപ് സ്ലീപ്പ്. ശരീരവുമില്ല, മനസ്സും പ്രവർത്തിക്കണില്ല. ഞാനുണ്ട്. ഞാനെന്ന് പറയുന്ന വ്യക്തിയില്ല, പക്ഷേ അസ്തിത്വം, ഇരുപ്പുണ്ട്. വാസ്തവമായ എന്റെ ഉണ്മ അവിടെ ഉണ്ട്. എന്റെ വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി അവിടെ ഇല്ല. എന്റെ ഇരുപ്പ്, എന്റെ അസ്തിത്വം അവിടെയുമുണ്ട്. ആ അസ്തിത്വം നമ്മളുടെ സ്വസ്വരൂപം ശരീരവും മനസ്സും കൂടാതെ ഇരിക്കണമെന്നുള്ളതിന്റെ അനുഭവം നമുക്ക് സുഷുപ്തിയിലുണ്ട്, ഡീപ് സ്ലീപ്പിലുണ്ട്. സുഖമായിട്ട് ഇരിക്കണു എന്ന് എഴുന്നേറ്റിട്ട് പറയണുണ്ട്. എല്ലാവർക്കുള്ള എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കുള്ള എക്സ്പീരിയൻസ് ആണ്. സന്യാസിക്ക് മാത്രമല്ല, ജ്ഞാനികൾക്ക് മാത്രമല്ല, മഹാത്മാനസ്തു അവർക്ക് മാത്രമല്ല, സർവേഷു ഭൂതേഷു. ഇതുവരെ ലോകത്തിൽ ആരും പ്രഖ്യാപിക്കാത്ത ഒരു കാര്യം, ഉറക്കത്തിൽ ദുഃഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ജാഗ്രതത്തില് സുഖമുണ്ട്, ദുഃഖമുണ്ട്. സ്വപ്നത്തിലും സുഖമുണ്ട്, ദുഃഖമുണ്ട്. സുഷുപ്തിയില് സുഖമുണ്ട്, ദുഃഖമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ശരീരത്തിന്റെയും മനസ്സിന്റെയും ബാരിയർ കടന്നാൽ ദുഃഖത്തിന് പ്രവേശനമില്ല. അപ്പോ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും തന്നെ. ബോഡി മൈൻഡ് ഈസ് സിനോണിമസ് ടു സോറോ. ശരീരവും മനസ്സിനും മറ്റൊരു പേര്, പര്യായമാണ് ദുഃഖം. അഥവാ ദുഃഖത്തിന് പര്യായമാണ് ദേഹവും മനസ്സ്. ഇത് കൂടാതെ ഇത് രണ്ടും അഴിച്ചു വെക്കുമ്പോൾ ഒരു ദിവസം പോലും നമ്മൾ ദുഃഖം അനുഭവിച്ചിട്ടില്ല. Yourself devoid of body mind is bliss. എല്ലാ ദിവസമുള്ള അനുഭവമാണ്. അപ്പൊ ജാഗ്രതത്തില് ശരീരത്തിനെയും മനസ്സിനെയും യജനം ചെയ്യാണ് ജ്ഞാനം കൊണ്ട്. അതാണ് ഇന്നലെ ഭഗവാൻ ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞത്. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല. ശരീരവും മനസ്സും അല്ലാതെ ഒരു സെന്ററില് വളരെ ലാഘവത്തോടെ ഡീപ് സ്ലീപ്പിൽ പോയിരിക്കണു അല്ലേ? ഒന്ന് നോക്കൂ ആ ട്രാവലിംഗ്. വളരെ ലാഘവത്തോടെ നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ രാത്രി ഉറങ്ങണു ഇന്ന് മുതൽ നോക്കുക, എന്താ സംഭവിക്കുന്നത്? വളരെ ലാഘവത്തോടെ കൂടെ, ഒരു എഫേർട്ട് ഇല്ലാതെ ശരീരത്തിനെയും മനസ്സിനെയും ഇവിടെ ഇട്ടിട്ട് സുഖമായിട്ട് പോയി മർജായി. എഴുന്നേറ്റിട്ട് പറഞ്ഞു സുഖമായിരുന്നു എന്ന്. വീണ്ടും അങ്ങടേക്ക് പോവാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്.
ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം ആ സ്റ്റേറ്റിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ സ്റ്റേറ്റ് നിങ്ങൾക്കൊന്നും തരില്ല. ആ മൊമെന്റിൽ ഉറക്കം മാത്രമേ തരുള്ളൂ. പക്ഷെ അതിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജാഗ്രത അവസ്ഥയിൽ വലിയ പ്രയോജനം ഉണ്ടാവും. ആ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോകുമ്പോ നേച്ചറായിട്ട് പ്രകൃതി എന്ത് ചെയ്യണു? ദേഹത്തിനെയും മനസ്സിനെയും എടുത്തു കളഞ്ഞു. സുഖമായിരുന്നു. ജാഗ്രത അവസ്ഥയില് ദേഹവും മനസ്സുണ്ട്, നമ്മളായിട്ട് അതിക്രമിച്ച് ആ വസ്തുവിലേക്ക് പോകണം. അതിനാണ് നമ്മൾ ധ്യാനം, യോഗം ഒക്കെ പറയണത്. ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരമോ മനസ്സോ അല്ല. കാരണം ശരീരം ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയോടെ അവസാനിച്ചു, മനസ്സ് ഡ്രീം സ്റ്റേറ്റിൽ അവസാനിച്ചു. ഇത് രണ്ടും ഇല്ലാത്തപ്പോഴും ഞാനുണ്ട്, ഈ ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്തപ്പോഴും ഞാനുണ്ട്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപം എന്താണ്? ഇതൊരു യാഗമാണ്, യജ്ഞമാണ്. ഭഗവാൻ ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞു. എന്താണ് ഈ ഞാൻ? ഞാൻ എന്ന് പറയുന്ന അനുഭവം. ഇത് മാത്രം നിങ്ങൾക്ക് ആർക്കും ഒരു ഇനീഷ്യേഷൻ, ചിലരൊക്കെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞു വന്ന് എന്നോട് പറയുന്നുണ്ട്. ഇപ്രാവശ്യം തന്നെ 2-3 പേര് പറഞ്ഞു, സ്വാമി എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഉപദേശം തരണം. ഒരു ഉപദേശവും ഇല്ല. ഇതൊക്കെ തന്നെ ഇപ്പൊ ഭഗവാൻ പറയണതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ഉപദേശം തരാനാപ്പാ? ഉപദേശമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ. ഉപദേശം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം അറിയോ? ഉപ എന്ന് വെച്ചാൽ സമീപേ, അടുത്തെന്നർത്ഥം. ദിശതി എന്ന് വെച്ചാൽ കാണിച്ചു തരാം, ഏറ്റവും അടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ അന്വേഷിക്കുന്ന വസ്തുവിനെ ഇനി അടുപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അടുത്ത് കാണിച്ചു തരികയാണ്. നിങ്ങളാണത്, നിങ്ങളുടെ എക്സിസ്റ്റൻസ് ആണ്, നിങ്ങളുടെ ഞാൻ എന്ന അനുഭവമാണ്. ആത്മ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ധരിക്കുന്നത് അതെന്തോ ഉള്ളിലൊരു ലൈറ്റ് പോലെ എന്തോ ഒരു സാധനം ഉണ്ടോ എന്നാണ് വിചാരിക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതെന്തോ വലിയൊരു സാധനം. അതൊന്നും അതുകൊണ്ടാണ് പറയാത്ത അഹം, ഞാൻ. എന്താ അത്? എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇരുട്ട് റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്നാലും ഞാൻ എന്ന അനുഭവമുണ്ട്. കയ്യും കാലും ഒക്കെ മുറിച്ചു കളഞ്ഞാലും ആ അനുഭവം കേടുകൂടാതെ ഇരിക്കണം അല്ലേ? കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, അവർക്കൊന്നും നോക്കൂ. ഇത് വീണ്ടും വീണ്ടും 1000 പ്രാവശ്യം ഒരു പക്ഷെ നിങ്ങളോട് പറഞ്ഞതായിരിക്കും. വീണ്ടും പറയാൻ കാരണം എപ്പോഴാണ് നമ്മൾ അതിനെ ശരിക്കും ശ്രദ്ധിക്കുക എന്ന് പറയാൻ വയ്യ. ആ ശ്രദ്ധിക്കണ മുഹൂർത്തമാണ് ദിവ്യമായ മുഹൂർത്തം. കൈയൊന്നും ഇല്ലാത്ത ആളുകള് അവരുടെ എക്സ്പീരിയൻസ് ഓഫ് സെൽഫ്, അതിൽ ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ ഒന്നുമില്ലല്ലോ. സബ്സ്ട്രാക്ഷൻ എന്നല്ലേ പറയുക, കണക്ക് കഷ്ടിയാണ് ഞാൻ അല്ലേ? ഒന്നും കഴിഞ്ഞു പോണില്ലല്ലോ അല്ലേ? കൈയൊന്നും ഇല്ലെങ്കിലും ഞാൻ പകുതിയേ ഉള്ളൂ എന്നൊരാൾ പറയണ്ടോ? ഉണ്ടോ? ഞാൻ എന്ന് പറയണില്ലേ? അതെന്താ? അത് മരിച്ചുപോയാ പറയോ? ഇല്ല. ഇപ്പൊ ആരാ പറയണ? ഞാൻ എന്താ? ഞാൻ എനിക്കും എന്റെ മരിച്ചുപോയ ശരീരത്തിനും എന്താ വ്യത്യാസം? ഈ ശരീരം തന്നെ മരിച്ചുപോയി എടുത്തു കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിക്കുമ്പോ ഏതെങ്കിലും ശവം എനിക്ക് ചുടണമെന്ന് പറയണ്ടോ? ഇല്ല. ഇപ്പോ കൊതുക് കടിച്ചാൽ എന്തുകൊണ്ട് അറിയണു? എന്താണ് ആ അനുഭവത്തിന്റെ സ്വരൂപം? അഹം അഹം അഹം. അതിന് അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ്. യു ആർ നോട്ട് ലാക്കിംഗ് ഇൻ എക്സ്പീരിയൻസ്. അനുഭവമുണ്ട്. അനുഭവം ഒന്നും നേടിയെടുക്കാനില്ല, അനുഭവമാണ് ഉള്ളത്. അനുഭവം ആത്മാവിന്റെ സ്വരൂപമാണ്, ഭഗവാന്റെ സ്വരൂപമാണ്. കേവല അനുഭവാനന്ദ സ്വരൂപ പരമേശ്വര. സാക്ഷാത് സർവേശ്വരൻ പരമേശ്വരൻ തന്നെയാണ് ഹൃദയത്തിലെ അഹം 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 എന്ന് നാമദേവൻ ഒരു അഭംഗിൽ പറയണു. ഭഗവാനെ ഇത്ര കാലം
എന്റെ ഉള്ളിൽ ഞാൻ എന്ന് തോന്നിയത് ഞാനാണെന്ന് വിചാരിച്ചിരുന്നു, ഇപ്പോഴാണ് നീയാണെന്ന് അറിയണതെന്ന് പറഞ്ഞു. നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ. അഹം പദ അർത്ഥായ, ഈശ്വരൻ. ശിവൻ ആരാണെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള പദത്തിന്റെ ഉണ്മയായ പൊരുൾ. ഏറ്റവും വലിയ മന്ത്രമാണത്, ഉള്ളിൽ ധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നത്. അജപാജപം. നമ്മൾ ജപിച്ചതല്ല, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ ജപമാണത്. നിങ്ങൾ എന്ത് ജപം ചെയ്താലും അവസാനം ആ ജപത്തിൽ പോയി തൊടേണ്ടി വരും. നമ്മൾ പുറത്തുനിന്നൊരു ജപം ചെയ്യണത് അകത്തുള്ള വിച്ഛിത്തിയില്ലാത്ത ഈ ജപത്തിനെ കണ്ടെത്താൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ചരടാണത്. പുറത്തുനിന്നൊരു സൂത്രം, ആ സൂത്രം എടുത്തുകൊണ്ട് പോയി അകത്ത് സൂത്രത്തിനെ കാണുന്നു. സൂത്രാത്മാ. എന്ത് ആലംബം, ആശ്രയമാണ് നമുക്ക് വേണ്ടത്. ആശ്രയമാണ്, നമ്മളെ ആശ്രയമാണ്. ആശ്രയം ബ്രഹ്മനിർഭയം. ആശ്രയം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. അങ്ങനെ ഇരുന്നാൽ ഉള്ളില് ഒരു ഒരു ഫ്ലെയിം, ഒരു അഗ്നി ഉള്ളിൽ അഹം 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 എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കണം. എന്താണത്? അതില് യജ്ഞം ചെയ്യാണ്. ആ അനുഭവത്തിലിരുന്നു കൊണ്ടാണ് ഞാൻ ജീവിക്കണത്. ആ അനുഭവത്തിലിരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്നത്. ഈ കണ്ണിലൂടെ ആ കണ്ണിലേക്ക് നോക്കുമ്പോ ഇതിനകത്ത് ഇരുന്ന് ആര് നോക്കണോ അവനെ തന്നെയാണ് നോക്കണത്. അതിനകത്താണെന്ന് മാത്രം. അതേ വസ്തുവാണ്. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ഉള്ളില് സോഴ്സിനെ കണ്ടവന്, ചൈതന്യത്തിനെ അറിഞ്ഞവന്, അനുഭവിച്ചവന്. ഈ കണ്ണിലൂടെ കാണുന്നത് ചൈതന്യമാണ്, ചെവിയിലൂടെ കേൾക്കുന്നത് ചൈതന്യമാണ്. ആ അനുഭവം അറിഞ്ഞവന് വിശ്വത ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ഹസ്തവുത വിശ്വതസ്പാത് സംബാഹുഭ്യാം നമതി സമ്പതത്രൈർദ്യാവാ പൃഥിവീ ജനയൻ ദേവ ഏകഃ. വിശ്വതശ്ചക്ഷുഃ ഉത വിശ്വതോ മുഖഃ വിശ്വതോ ഹസ്തഃ ഉത വിശ്വതസ്പാത്. വേദം പറയണു, സർവത്ര കയ്യ് കാല് കണ്ണൊക്കെ അവന്റെയാണ്. സർവതഃ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച തത്. അപ്പോ ആ ജ്ഞാനയജ്ഞം കൊണ്ട് ഭഗവാനെ യജിക്കുന്ന വഴിയാണ് ഭഗവാൻ പറഞ്ഞു. ആ ജ്ഞാനയജ്ഞം ദൃഢമാവാൻ തന്നെ സതത കീർത്തനം. വീണ്ടും 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 നമ്മള് ഇത് തന്നെ കീർത്തിക്കുകയാണ്. വേദാന്ത വിചാരം ചെയ്യുന്നത് കീർത്തനം തന്നെയാണ്. ഇന്നലെയൊക്കെ നമ്മള് നാമസങ്കീർത്തനത്തിനെ കുറിച്ചും ജപത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഭക്തിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഭക്തിയിൽ മാത്രമല്ല സതത കീർത്തനം, ജ്ഞാനത്തിലുണ്ട്. പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശഃ മിഥോ രതി മിഥഃ തുഷ്ടി നിവൃത്തിർമിഥ ആത്മനഃ. ഭാഗവതത്തിൽ പറഞ്ഞു, ഭക്തന്മാര് രണ്ടുപേര് ചേർന്നിരുന്നു കഴിഞ്ഞാൽ പരസ്പരം ഭഗവത് ഗുണങ്ങൾ പറഞ്ഞ് കേട്ട് രസിച്ച് തിമർത്തിരിക്കുമെന്ന്. ലോകം മറന്നിരിക്കും. പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശഃ. അതേപോലെ വേദാന്ത ചിന്തനം, വേദാന്ത കഥനം, ഏതദേകപരത്വം,
ബ്രഹ്മാഭ്യാസം വിദുർബുധാഹ. അത് തന്നെ സദാ അനുസന്ധാനം. അതൊരു കീർത്തനാണേ. നമ്മളിപ്പോ ചെയ്യുന്നതും ഒരു കീർത്തനാണ്. ഈ സമയം വേറെ എന്തെങ്കിലുമൊക്കെ പറയാലോ അല്ലേ? അപ്പോ ഇത് തന്നെ കീർത്തിക്കുന്നു. ഏകാന്തത്തിലിരുന്ന് യത്നം ചെയ്യുന്നു. ദൃഢവ്രതാഹ. നമ്മൾക്ക് ഒറ്റ വ്രതമേ ഉള്ളൂ ജീവിതത്തിൽ. ചിലർക്ക് മാക്സിമം പണം ഉണ്ടാക്കണം എന്നൊരു വ്രതം ഉണ്ടാവും. അതുകൊണ്ട് ഓരോ മൊമെന്റും ക്യാഷ് ആക്കാൻ എന്താ വഴി നോക്കും. ഒരു മഹാത്മാവിന്റെ അടുത്തൊരു സന്യാസിയോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എത്ര ക്യാഷ് കിട്ടും എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ടുഡേ നൗ ഐ ആം നോട്ട് ആഫ്റ്റർ ക്യാഷ്, ഐ ആം ആഫ്റ്റർ ആഷ്. ഇനി ക്യാഷ് ഒന്നുമില്ല, ഇനി ചാരാണ്, കഴിഞ്ഞു. പണമാണ് ലക്ഷ്യം എന്ന് വരുമ്പോ അനുസ്യൂത അത് ചിന്തിക്കണു അല്ലേ? പേരും പ്രസിദ്ധിയും ഒക്കെയാണ് ലക്ഷ്യം എന്ന് വരുമ്പോ അതിനുവേണ്ടി ചിന്തിക്കണം. തൽക്കാലമായി ചിലത് ആരോഗ്യമാണെന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് ഓടണത് അല്ലേ? ആരോഗ്യമായിട്ടിരിക്കണം എന്ന് നിശ്ചയിക്കുമ്പോൾ രാവിലെ എണീറ്റ് ട്രൗസർ ഇട്ട് തെരുവിലൂടെ ഒക്കെ ഓടി നടക്കണില്ലേ? ആരോഗ്യമായിട്ടിരിക്കണം തീരുമാനിച്ചതാണ്. അതേപോലെ ഭഗവത് പ്രാപ്തി വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഏകാന്തമായിട്ടിരുന്ന് ഉള്ളിൽ ആഴ്ന്നിറങ്ങും. കൂപേ യഥാ ഗാഢജലേ തഥാ അന്തർനിമജ്യ ബുദ്ധ്യ ശിതയാ നിതാന്തം പ്രാണം ച വാചം ച നിയമ്യ ചിന്വൻ വിന്ദേതി നിജ അഹങ്കൃതി മൂലരൂപം. ഒരു കിണറ്റിന്റെ ഉള്ളിൽ വീണ ഒരു സാധനം അന്വേഷിക്കുന്ന പോലെ ആഴ്ന്ന് ഉള്ളിലിറങ്ങി അഭിമാനത്തിന്റെ മൂലത്തിനെ അന്വേഷിച്ചു നോക്കും ജ്ഞാനയജ്ഞം, ജ്ഞാനവിചാരം ചെയ്യുന്ന ആളുകൾ. ഭക്തന്മാരോ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഹൃദയത്തിൽ ധ്യാനിക്കും. നാമജപം, ഏകാന്തത്തിലിരുന്ന് ഭഗവത് നാമത്തിനെ വിടാതെ ജപം ചെയ്യും. യതന്തശ്ച ദൃഢവ്രതാഹ. മനസ്സ് നിയന്ത്രണം ആവാതിരിക്കോ? മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വഴക്കിയെടുക്കുന്നതാണ്. അത് ടി വി കണ്ടുപിടിച്ചാൽ ടി വി കാണും. ലൗകികമായ വർത്തമാനങ്ങൾ പറഞ്ഞാൽ വർത്തമാനം പറയും. ഭഗവത് ഭക്തിയിലേക്ക് തിരിച്ചുവിട്ട് സദാ അത് തന്നെ ലക്ഷ്യമാണെങ്കിൽ അങ്ങടേക്ക് പോവും. നമ്മൾ പഴക്കണതാണ്. നമ്മൾ മുൻപ് പലതും അജ്ഞാനം കൊണ്ട് ധരിച്ച് ഇതൊക്കെയാണ് ലക്ഷ്യമെന്ന് ധരിച്ച് നിർബന്ധമായി അതിനെ പഴക്കിയിട്ട് ഇപ്പൊ ഇങ്ങടേക്ക് തിരിഞ്ഞു വന്നു. എന്നിട്ട് ഇപ്പൊ മനസ്സ് കുറ്റം പറയാണ്, മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല. മനസ്സ് ഒരു ജഡസാധനാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു ടി വി നോക്കണതിലാണോ ഉള്ളത് എന്ന് പറഞ്ഞു. ലോകത്തിൽ പല കാര്യങ്ങൾ അതിനെ അഭ്യസിപ്പിച്ചു വിട്ടു. എന്നിട്ട് ഇപ്പോ ഭക്തിയിലേക്ക് നമ്മളുടെ ബുദ്ധി തിരിഞ്ഞപ്പോ പറയണു മനസ്സിന് ഇനി അറിഞ്ഞിട്ടില്ല, അതിന് പഴയ ഹാബിറ്റാണ്, അത് അങ്ങടേക്ക് പോകണു. അപ്പോ അതിനെ ഇപ്പോ രാവിലെ നേരത്തെ എഴുന്നേക്കാം, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാം. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സ്വാമി 8 മണിയാണോ? ദാറ്റ് ഈസ് ടു എർലി എന്ന് പറഞ്ഞു ഒരാൾ. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാം. വേറെ ഒരു വിദ്വാൻ പറഞ്ഞു നമ്മൾ എഴുന്നേക്കണ സമയം തന്നെ ബ്രാഹ്മമുഹൂർത്തം. സൂര്യൻ ഉദിക്കണതിന് കുറേ മുമ്പ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു സെയിങ് 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഫെയ്ത്ത് ഇസ് എ ബേർഡ് വിച്ച് starts singing. Faith is a bird which feels light and starts singing long before it is dawn, when it is still dark. ഈ ശ്രദ്ധ, വിശ്വാസം എന്ന് പറയുന്നത് ഒരു പക്ഷിയെ പോലെയാണ്. ഈ പക്ഷികളൊക്കെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കൂവിത്തുടങ്ങും. അവർക്ക് വാച്ച് വല്ലതും അലാം വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ച് ഈ തത്ത, അതിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ രാവിലെ ഒന്ന് കാണേണ്ടതാണ്. രാവിലെ എണീറ്റ് നിങ്ങൾ ആദ്യം കാണേണ്ട അത് ശരിക്കും അതിന്റെ കൂട്ടെന്ന് റോക്കറ്റ് ഈ വാണം കൊളുത്തി വിട്ട പോലെയാണ് ആകാശത്തേക്ക് പോവുക. അതിങ്ങനെ ആ ശബ്ദം, അതങ്ങനെ വല്ലാത്ത ഒരു എക്സൈറ്റ്മെന്റ് ആണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ആ പക്ഷികളുടെ ഓരോന്നിനെ കൂജനം, കളധ്വനി എന്നാണ് പറയാതിന്, അതായത് മംഗളധ്വനി. നിങ്ങൾ ധ്യാനിക്കണമെന്നൊന്നുമില്ല, രാവിലെ നേരത്തെ എഴുന്നേറ്റ് അതൊക്കെ കേട്ടാൽ മതി, മനസ്സ് ശാന്തമായിക്കോളും.
രാവിലെ എണീറ്റ് ഈ TV അതില് നിങ്ങള് ഭഗവത്ഗീത കേട്ടിട്ടും കാര്യമൊന്നുമില്ല. ഭാഗവതം കേട്ടാൽ രാവിലെ എണീറ്റ് അതിന്റെ മുമ്പിൽ ഇരുന്നാൽ തന്നെ പോയി. അതൊക്കെ നിങ്ങൾ പിന്നെ നോക്കിക്കോളാം. ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ പുറത്തു നിന്ന് ഒരു ശബ്ദവും കേൾക്കരുത്. ടേപ്പ് റെക്കോർഡറോ റേഡിയോവോ ഒന്നും കേൾക്കരുത്. അന്തര്യാമിയെ കോണ്ടാക്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈമാണ്. ആ സമയം നിങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ പോയി. യോഗത്തിനുള്ള സമയമാണത്. ആ സമയത്ത് ഏകാന്തമായിട്ടിരുന്ന് ഭഗവൻ നാമം ജപിക്കുക, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുക. കുറച്ചു നേരം ചുമ്മാ ഇരിക്കുക. മനസ്സ് പ്രവർത്തിച്ചോട്ടെ. കുറെ വിചാരങ്ങൾ വന്നോട്ടെ. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണ്ടെന്ന് മാത്രം. നിങ്ങൾ അതിന്റെ കൂടെ പോകണ്ട, അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ചുമ്മാ ഉറങ്ങി എഴുന്നേറ്റിട്ട് കുറച്ചു നേരം ചുമ്മാ ഇരിക്കുക. നിശ്ചലതത്വേ ജീവൻ മുക്തി. നേച്ചറിൽ മുഴുവൻ ആ നിശ്ചലത ഉണ്ടാവും, ആ സൈലൻസ് ഉണ്ടാവും, പ്രൊഫൗണ്ടിറ്റി ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ സമൂഹ മനസ്സുകളൊന്നും ഉണരാത്ത സമയമാണ്. ആ നിശ്ചലത കുറച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കണം. രാവിലെ എണീറ്റ് പുറത്തൊക്കെ വന്ന് ഓക്സിജനൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോ ചെടികൾ ഉത്സാഹത്തോടെ സസ്യങ്ങള് പക്ഷികളൊക്കെ നോക്കൂ. രാവിലെ ഇപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെ കീച്ചി കൂച്ചി ഇത് വാദിന എന്നാണ് പറയുന്നത്. സംസ്കൃതം തന്നെ എങ്ങനെയാ, കീച്ചി കൂച്ചി ഇത് വാദിന. അതേ പക്ഷികള് വൈകുന്നേരം ആകുമ്പോൾ ഒരു ട്രാജിക് വോയിസ് ആണ്. ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി, ഭയം, ഒന്നിലും ഉത്സാഹമില്ലായ്മ, കീ കൂ കീ കൂ, എവിടെയോ ഒരു ശബ്ദം കേൾക്കും. അത്രേ ഉള്ളൂ. നോക്കൂ, നേച്ചറിൽ തന്നെ കാണാതെ, നിങ്ങൾക്ക് പ്രകൃതി തന്നെ കാണാതെ. ആ പ്രഭാതത്തില് ബ്രാഹ്മമുഹൂർത്തത്തിനും മുമ്പ് എഴുന്നേറ്റ് ആ പ്രകൃതിയില് ആത്മധ്യാനം ശീലിക്കണം. ട്രൈങ് ടു കോണ്ടാക്ട് ദ സോഴ്സ്. പരാജയപ്പെട്ടു പോവും, സാരമില്ല. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ഞാൻ എന്ന് പറയണത് എന്താണ്, ഞാൻ ശരീരമോ മനസ്സോ ഒന്നും അല്ലാത്ത കോപി പ്രകാശോസ്മ്യഹം പ്രൗഢാനന്ദ ചിദേക സന്മയ വപു എന്നൊക്കെ ആചാര്യസ്വാമി പറയുമ്പോ അത് ശങ്കരാചാര്യരുടെ അനുഭവമാണ്. നിങ്ങളുടെ അനുഭവമാണെങ്കിൽ ശങ്കരാചാര്യരുടെ ആത്മാ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. നച്ചൂർ വെങ്കട്ടരാമന്റെ ആത്മാ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. വേറെ ആരെങ്കിലും ഒരാളുടെ ഒരു അനുഭവമൊന്നും നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. ഏകാന്തമായിട്ട് ഉള്ളിലിരുന്ന് ആഴ്ന്നുള്ളിൽ പോണം. ആ ചൈതന്യത്തിനെ ഹൃദയത്തില് അനുഭവിക്കണതിന് പേരാണ് ഭജനം എന്ന് ഭഗവാൻ. ഭജന്ത നിത്യയുക്ത. നിത്യയുക്ത എന്ന് വെച്ചാൽ നിരന്തരം ആ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അതിനാണ് നാമജപമൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എപ്പോഴും ചെയ്യാവുന്നതാണ്. മറ്റേതൊക്കെ ആണെങ്കിൽ അവിടെ ജപിക്കാൻ പാടില്ല, ഇവിടെ ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. വെറുതെ നാമം ജപിക്കാൻ ഒരു നിയമമില്ല. ബസ്സിൽ പോയിക്കൊണ്ടേയിരിക്കണം, ജപം ചെയ്തുകൊണ്ടേയിരിക്കാം. അനുസ്യൂത ഉള്ളിൽ ആ സ്പന്ദനം വെച്ചുകൊണ്ടേയിരിക്കാം. ട്രെയിനിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, ഓഫീസിൽ കുറച്ചു നേരം സമയം കിട്ടിയാൽ പോവും. നിങ്ങൾക്ക് പ്രത്യേക ഒരു ടൈമേ വേണ്ട സാധനയ്ക്ക്. ഇഷ്ടംപോലെ സമയം കിട്ടും. ട്രാഫിക് ബ്ലോക്ക് അല്ലേ അനുഗ്രഹം കൊണ്ട് മുഴുവനും. 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നാമം ജപിക്കാം. 1 കിലോമീറ്റർ പോവാൻ 3/4 മണിക്കൂറാവും. നാമം ജപിക്കാനുള്ള സമയമാണ് തന്നിരിക്കുന്നത്. അതൊന്നും ആരെയും നിന്ദിക്കണ്ട, ഒന്നും വേണ്ട. അടുത്തിരിക്കുന്ന ആളെടുത്ത് പറഞ്ഞാൽ മതി, സ്റ്റേഷൻ എത്തിയാൽ ഇറക്കി വിടണം കേട്ടോ. നാമം ജപിക്കുക, ജപം ചെയ്തുകൊണ്ടേയിരിക്കുക, അനുസ്യൂതം. എത്ര വേണമെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. കിട്ടണ സമയം നിങ്ങളെ ശ്രദ്ധിച്ച്, മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ നിങ്ങളെ ശ്രദ്ധിച്ച് പഴകണതിന് പേരാണ് ഭക്തി, ആത്മധ്യാനം, യോഗം ഒക്കെ. അത്രയേ ഉള്ളൂ. യോഗം എന്ന് പറഞ്ഞ് തലകുത്തി നിൽക്കൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ. നിത്യയുക്ത ഉപാസത. നിത്യയോഗികൾ എന്നു പേര്. ആർക്കെന്ന് വെച്ചാൽ ആരാണോ ആത്മാവിനെ അറിഞ്ഞിരിക്കണത് അവർക്ക് സ്പെഷ്യൽ മെഡിറ്റേഷൻ ഒന്നും വേണ്ട. അവര് നിത്യയോഗികളാണെന്ന് പറഞ്ഞു ഭഗവാൻ. എന്നുവെച്ചാൽ അവരെന്തൊക്കെ ചെയ്യുമ്പോഴും അവർക്കറിയാം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഒക്കെ
ഏതൊരു അധിഷ്ഠാനത്തിലാണോ നടക്കുന്നത് ആ അധിഷ്ഠാനമാണ് ഞാൻ എന്നുള്ള പ്രത്യഭിജ്ഞ ഉള്ളവൻ നിത്യയോഗിയാണ്. അവൻ നിരന്തരം അവന്റെ ഉള്ളില് ആ സമാധിസ്ഥിതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കുറച്ചു നേരം ധ്യാനിക്കുമ്പോൾ മാത്രമല്ല, അവൻ നിത്യ അനുഷ്ഠാനവാനാണ്. കുറച്ചു നേരത്തേക്കുള്ള അനുഷ്ഠാനം മാത്രമല്ല, നിത്യയുക്ത ഉപാസത്തെ നമസ്യന്തശ്ച. നമസ്കാരം എന്ന് പറഞ്ഞാൽ അഭിമാനം ഹൃദയത്തിൽ അടങ്ങല. നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസത്തെ. ഇങ്ങനെയൊക്കെ ഭക്തി സാധന. സാധകന് സാധന, സിദ്ധന് അനുഭവം. അത്രയേ ഉള്ളൂ. സിദ്ധന്റെ അനുഭവം സാധകന് സാധനയാണ്, നമുക്ക് സാധനയാണ്, ജ്ഞാനിക്കത് നിരന്തര അനുഭവമാണ്. നമ്മളുടെ പ്രകൃതി പതുക്കെ 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 ആ ഭാവമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാനാണ് ഈ ഭജനയും നാമസങ്കീർത്തനവും ജപവും ഭാഗവതം വായിക്കലും ഭഗവത്ഗീത വായിക്കലും സത്സംഗവും ഒക്കെ. ജ്ഞാനയജ്ഞം എന്ന് പറയുന്നതും അതിനാണ്. അങ്ങനെ ഭഗവാനെ ജ്ഞാനസ്വരൂപനായ ആത്മസ്വരൂപനായ അറിഞ്ഞവന് പ്രപഞ്ചത്തിലുള്ള എല്ലാം അതിൽ നിന്ന് ഉദിക്കണു, അതിൽ നിൽക്കണു, അതിൽ തന്നെ ലയിക്കണു എന്നറിഞ്ഞവന് ക്രതു, യജ്ഞം, സ്വധ, ഔഷധം, മന്ത്രം, ആജ്യം, അഗ്നി, ഹോമം, ഹൂതം ഒക്കെ ഭഗവാനാണെന്ന് പറഞ്ഞു. അഹം ക്രതുഹു, അഹം യജ്ഞഃ, സ്വധാഹം, അഹം ഔഷധം, മന്ത്രോഹം, അഹമേവ ആജ്യം, അഹം അഗ്നി, അഹം ഹുതം. അന്തര്യാമിയെ അറിഞ്ഞവന് അന്തര്യാമി വിദ്യയാണ്. പിന്നെ വേദം മുഴുവനും അന്തര്യാമി വിദ്യയാണ്. എന്നുവെച്ചാൽ ഇവിടെ സെന്റർ ആയിക്കൊണ്ട് ലോകത്തിൽ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് പഠിപ്പിക്കാനാണ് വേദം ശ്രമിക്കുന്നത്. ഊണ് കഴിക്കുമ്പോൾ കുറച്ച് ജലം കയ്യിലെടുത്ത് ഭൂർഭുവസ്സുവ ദേവസവിത പ്രസുവ എന്ന് പറഞ്ഞ് പരിശേചനാദികളൊക്കെ ചെയ്ത് ശ്രദ്ധായാം പ്രാണേ നിവിഷ്ടോ അമൃതം ജുഹോമി, ശ്രദ്ധായാം അപാനേ നിവിഷ്ടോ അമൃതം ജുഹോമി, ശ്രദ്ധായാം വ്യാനേ നിവിഷ്ടോ അമൃതം ജുഹോമി. ഈ മന്ത്രങ്ങളൊക്കെ പ്രാണാഗ്നിഹോത്രം എന്നാണ്. ഇതൊക്കെ വൈദികമായ സമ്പ്രദായത്തില് ഊണ് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഊണ് കഴിക്കണം എന്നാണ്. അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യും ഞങ്ങൾ, അത് കാര്യം പറയാം. അത് ഈ ചെയ്യണത് പോലും എന്തിനാന്ന് വെച്ചാൽ ഉള്ളിൽ അന്തര്യാമിയായ ഭഗവാൻ ഇരുന്ന് ഊണ് കഴിക്കണം. ഞാനല്ല, ആത്മാവാണ്, അന്തര്യാമിയാണ്. When you become awake to that, every movement is happening in it. അതുകൊണ്ട് ആ അന്തര്യാമിയായ ഭഗവാൻ കഴിക്കണമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ അന്ന ഉള്ളിൽ പോകുമ്പോൾ നിവേദ്യമാണത്. നല്ലത് ചീത്തയൊന്നുമില്ല. പിന്നെ അവന്റെ പ്രവൃത്തിയൊക്കെ തന്നെ ഈസ് കോൺഷ്യസ്. ഇവിടെ ഈ സർവേശ്വരന്റെ ഇരിപ്പ് ഉണർന്നു കഴിഞ്ഞവന്റെ ശരീരം അമ്പലാണ്. ഉള്ളം പെരുങ്കോയിൽ ഊനുടമ്പ് ആലയം വള്ളർപിരാണാർക്ക് വായ് ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ 5 കാളാം അണിവിളക്കേ, കള്ളപ്പുലൻ 5 കാളാം അണിവിളക്കേ. തിരുമന്ദിരത്തിലുള്ള ഒരു പ്രസിദ്ധമായ പാട്ടാണത്. ഉള്ളം പെരുങ്കോയിൽ, ഹൃദയം തന്നെ ശ്രീകോവിൽ. ഊനുടമ്പ് ആലയം, ഈ ശരീരം തന്നെ ആലയം. വള്ളർപിരാണാർക്ക്, വള്ളർപിരാണാർ എന്ന് വെച്ചാൽ ഈശ്വരൻ, പ്രാണൻ തന്നെയാണ് പിരാണാർ. വള്ളർപിരാണാർക്ക് വായ് ഗോപുരവാസൽ, ഈ വായ് തന്നെയാണ് ഗോപുരം, മെയിൻ ഗേറ്റ്, കിഴക്കേ നട. വായ് ഗോപുരവാസൽ തെളിന്താർക്ക്, നല്ലവണ്ണം ഹൃദയം തെളിഞ്ഞാൽ ജീവൻ ശിവലിംഗം. കള്ളപ്പുലൻ എന്ന് വെച്ചാൽ ഈ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, 5 കാളാമണിവിളക്കേ, പ്രകാശിക്കുന്ന മണിവിളക്ക്. അന്തര്യാമിയെ കൊണ്ട് നടക്കുന്നവനാണ്. അവന് സദാ ധ്യാനമാണ്, സദാ ആരാധനയാണ്, സദാ പൂജയാണ്. അവൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ആ സെന്ററിൽ നിന്നാണ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ സെന്ററിൽ നിന്നല്ല, ഒരു ഈഗോ സെന്ററിൽ നിന്നല്ല. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, അപ്പോഴേ ആവുള്ളൂ അത്. അപ്പോ ജ്ഞാനയജ്ഞം ഏകത്വേന, ധ്യാനിക്കുമ്പോ ഏകത്വേന, മുമ്പിൽ ഒരാളെ കാണുമ്പോ പൃഥക്ത്വേന, ധാരാളം കാണുമ്പോ ബഹുത.
അവൻ യജ്ഞം ചെയ്യുന്നവനാണ്. അവന് അഹം ക്രതുഹു അഹം യജ്ഞ സ്വധാഹം പിതൃകാര്യം. അവന് ജ്ഞാനിക്ക് എന്ത് ചെയ്യണം? ചിലർക്കൊക്കെ ചോദ്യമാണ്, ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടാലോ. അങ്ങനെയല്ല. ജ്ഞാനി അവനെ പ്രാരബ്ധം അയാളെ എവിടെ വെച്ചിരിക്കണോ അവിടെ എന്താ നിയമം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അതാണ് ജ്ഞാനിയുടെ ലക്ഷണം. ജ്ഞാനിയുടെ ലക്ഷണം എന്താന്ന് വെച്ചാൽ, ജ്ഞാനി സന്യാസിയാണോ പെർഫെക്റ്റ് ആയിട്ട് സന്യാസിയായിരിക്കും. ഒരു മഠാധിപതിയാണോ, കാഞ്ചി പരമാചാര്യരും ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമി വളരെയധികം മഠത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് വേദം കർമ്മകാര്യങ്ങള് ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഗ്രാമത്തുനിന്ന് വരണു, നിങ്ങളുടെ ജാതി എന്താണ്, അതിൽ ഉപവിഭാഗം എന്താണോ ഒക്കെ ചോദിക്കുക. അദ്ദേഹത്തിന് ഭേദം ഉണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളുടെ ഇടയിൽ എന്ത് സംസ്കാരമുണ്ട്, നിങ്ങളുടെ ശാസ്ത്രം എന്താണ്, ശാഖ എന്താണ് ഒക്കെ ചോദിക്കും. നിയമങ്ങളൊന്നും ലംഘിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ഒരു ഭക്തൻ ചോദിച്ചു, അദ്ദേഹത്തിനെ ജ്ഞാനിയാണെന്ന് പറയുന്നു, ചന്ദ്രശേഖരേന്ദ്ര സ്വാമികളെ ജ്ഞാനിയാണെന്ന് പറയുന്നു, എന്നിട്ട് എന്താ അദ്ദേഹം ഇങ്ങനെ ഒരു ആചാരബ്രാഹ്മണനെ പോലെ എല്ലാം അന്വേഷിച്ച് ചെയ്യണത്, ഈ ലൗകികമായ കാര്യങ്ങളൊക്കെ ഇത്ര ശ്രദ്ധ കാണിക്കണമല്ലോ. മഹർഷി പറഞ്ഞു, അന്ത ഘടിയില ഇരുന്നാ നാനും അപ്പിടിതാൻ ഇരുപ്പേൻ. അതാണ് വാക്ക്. അതായത് ആ പീഠത്തിൽ ഇരുന്നാൽ ഞാൻ അങ്ങനെ ഇരിക്കുകയുള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ ആ പീഠത്തിന്റെ നിയമം അതാണ്, ആ നിയമം ലംഘിക്കുകയില്ല. ജ്ഞാനി ഏത് വേഷം ഇട്ടിരിക്കണോ ആ വേഷത്തില് ഒരു ബ്ലോക്ക് ഇല്ലാതെ തുള്ളും. ഗൃഹസ്ഥനാണോ ഗൃഹസ്ഥൻ, സന്യാസിയാണോ സന്യാസി, അത് അയാൾ വേണമെന്ന് വെച്ച് മറ്റുള്ളവർക്ക് ഐഡിയൽ ആവാൻ വേണ്ടി ചെയ്യലൊന്നുമല്ല. അയാൾക്ക് പ്രത്യേക ഒരു വില്ലില്ലാത്തത് കൊണ്ട് അയാളുടെ ശരീരം പ്രകൃതി എവിടെ കൊണ്ടുവച്ചിരിക്കണോ അതിനനുസരിച്ച് പാടും, അത്രേ ഉള്ളൂ. അപ്പോ അതിൽ ഒരു മാറ്റവും വരാൻ പറ്റില്ല. എന്തെങ്കിലും ഇമിറ്റേഷൻ, എന്തെങ്കിലും താളം മാറ്റി ചവിട്ടലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. സ്വയമേവ എന്തൊക്കെ വിട്ടുപോകണോ വിട്ടുപോകും. തന്നെ പ്രകൃതി എവിടെ വെച്ചിരിക്കണോ അവിടെ ഇരിക്കും. എന്ത് വേഷം കെട്ടിച്ചിരിക്കണോ കെട്ടിക്കും. അയാൾക്ക് പേരോ പ്രസിദ്ധിയോ മറ്റാളുകളുടെ റെക്കഗ്നിഷനോ ആരുടെയെങ്കിലും ഒക്കെ ആനുകൂല്യമോ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോ ഒരുപക്ഷെ ഞാൻ ഈ യാഗം ബ്രാഹ്മണൻ കർമ്മകാണ്ഡ വേദബ്രാഹ്മണരൊക്കെ ഉള്ള കാലമായതുകൊണ്ടാണ് ഭഗവാൻ പറയണത് ക്രതു. അയാൾ യാഗം ചെയ്യുകയാണെങ്കിൽ അതിന്റെ നടുവിൽ വസിഷ്ഠൻ ഉണ്ടായിരുന്നില്ലേ, വസിഷ്ഠൻ ജ്ഞാനിയല്ലേ. അപ്പൊ ക്രതു, വസിഷ്ഠൻ എന്തിനാ ഈ യാഗം ചെയ്യണത് എന്ന് വെച്ചാൽ ഭഗവാനെ യാഗത്തിലൂടെ ആരാധിക്കാണ്. അഹം ക്രതുഹു അഹം യജ്ഞ. ശ്രൗതമായ യാഗം, സ്മാർത്ഥമായ യാഗം, സ്വധ. ജ്ഞാനി പിതൃകാര്യങ്ങളൊക്കെ ചെയ്യോ, ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്യോ എന്ന് വെച്ചാൽ ജ്ഞാനിക്ക് പിതൃക്കളും ശ്രാദ്ധവും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ബാധകമല്ല. അയാൾ ജ്ഞാനത്തിന് മുമ്പ് എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അതൊക്കെ വലിയ തടസ്സമൊന്നും ഇല്ലെങ്കിൽ ജ്ഞാനത്തിന് ശേഷം തുടർന്നു എന്ന് വരും. അയാളുടെ സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്തു എന്ന് വരും. ഇല്ല, അതിന് വല്ല തടസ്സം ഉണ്ടെങ്കിൽ അത് അതിന്റെ പാട്ടിൽ പോയാൽ പോയി, അത്ര തന്നെ. ഒന്നിലും ഒരു അഭിമാനം ഇല്ലാത്തവന് സ്വധ എന്ന് വെച്ചാൽ പിതൃക്കൾക്കുള്ള ആജ്ഞയാണ്. ആ പിതൃക്കളെയാണോ ഞാൻ ഈ ആരാധിക്കണത്? അല്ല, തന്നെ തന്നെയാണ് ആരാധിക്കണത്. ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ചന്ദ്രമൗളീശ്വര പൂജ, ശ്രീവിദ്യാ പൂജ ചെയ്യാം. അപ്പോ ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി ഇങ്ങനെ ദേവിയെ ആരാധിക്കണമല്ലോ, ഞാനിക്ക് ദേവി ദേവൻ എന്നൊക്കെ വേറെ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ സ്വാമി പറഞ്ഞു, ഇത് എന്ത് ശ്ലോകമായത്, മിഥ്യാ ജഗദധിഷ്ഠാനായൈ നമഃ. ഇതിനേക്കാളും വലിയ വേദാന്തം ഉണ്ടോ? മിഥ്യയായി ജഗത്തിന് അധിഷ്ഠാനമായി ഏതൊരു വസ്തു ഉണ്ടോ അത് ബ്രഹ്മം, അത് തന്നെ നമ്മളുടെ സ്വരൂപം. അപ്പൊ ലളിതാ പരമേശ്വരി ആയിട്ടോ വിഷ്ണു ആയിട്ടോ ശിവനായിട്ടോ എന്തിനെയൊക്കെ ആരാധിക്കേണ്ടി വന്നാലും ജ്ഞാനിക്ക് അതൊന്നും സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് ഒരു ദേവതയെ ആരാധിക്കുമ്പോഴും സ്വരൂപസ്മൃതി വിട്ടുപോകില്ല. യാഗം ചെയ്താലും സ്വരൂപസ്മൃതി വിട്ടുപോകില്ല. പിതൃകാര്യം ചെയ്താലും പിതൃക്കളെ ഒന്നും ആരാധിക്കണില്ല. പിതൃക്കളെ ആരാധിക്കുന്നവൻ പിതൃക്കളെ പ്രാപിക്കും. ഗീത പഠിച്ചവൻ ശ്രാദ്ധം ചെയ്യുമ്പോ പിതൃക്കൾക്കൊക്കെ മുക്തിയാണ്. കർമ്മകാണ്ഡി ശ്രാദ്ധം ചെയ്യുമ്പോ അയാൾ പിതൃലോകത്തിലുള്ള പിതൃക്കൾക്കാണ് ശ്രാദ്ധം ചെയ്യണത്. മരിച്ചു കഴിഞ്ഞാൽ അയാൾക്കും അവിടെ സ്ഥാനമൊക്കെ
തയ്യാറാവും. നേരെ മറിച്ച് ജ്ഞാനി ശ്രാദ്ധാദികൾ ചെയ്യുമ്പോ പിതൃക്കളെയൊക്കെ തന്നെ ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ടാണ് ശ്രാദ്ധം ചെയ്യണത്. പിതൃക്കളും നിവൃത്തരാവും, ഇവനും നിവൃത്തമാവും. ഒരേ കാര്യം തന്നെ സ്വഭാവം മാറി. ഉപേക്ഷിക്കല്ല ചെയ്യണത്. എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഭാര്യയെ ഉപേക്ഷിച്ചു. എങ്ങനെ ഉപേക്ഷിക്കും? ഭർത്താവിനെ ഉപേക്ഷിച്ചു. അതിനി പറയാൻ പോണം നമ്മൾ അടുത്ത ശ്ലോകത്തിൽ. ഭർത്താവിനെ ഭഗവത് സ്വരൂപമായിട്ട് കണ്ട ഭർത്താവായിട്ട് ഉപേക്ഷിച്ചു. ഭാര്യയെ ആത്മസ്വരൂപമായിട്ട് കണ്ട ഭാര്യയായിട്ട് ഉപേക്ഷിച്ചു. കുട്ടികളെയൊക്കെ ആത്മസ്വരൂപമായിട്ട് കണ്ട കുട്ടികളെ ഉപേക്ഷിച്ചു. ധനത്തിനെ ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഇല്ല എന്ന് കണ്ട ധനം ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പുറമേക്ക് വിട്ടാലും ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ബാക്കി നിൽക്കും. അപ്പോ ജ്ഞാനിയുടെ ഉപാസനയിൽ മന്ത്രം, ജ്ഞാനിക്ക് എന്താണ് മന്ത്രം? ആത്മജ്ഞാനം തന്നെ മന്ത്രം. ആജ്യവും അവനവൻ തന്നെ ആജ്യം. മാം ജുഹോമി സ്വാഹ. വേദം പറയണു, ഞാൻ എന്നെ തന്നെ ഞാനാകുന്ന ജ്ഞാനാഗ്നിയിൽ ഹോമിക്കണു. അഹമസ്മി യോഹമസ്മി അഹമസ്മി അഹമേവാഹമസ്മി മാം ജുഹോമി സ്വാഹ. ഞാൻ എന്നെ തന്നെ ഹോമിക്കണം, ഞാൻ തന്നെ ആജ്യം. അഹം അഗ്നി ആർദ്രം ജ്വലതി ജ്യോതി. ഞാൻ തന്നെയാണ് അഗ്നിയായിട്ട് ജ്വലിക്കണത്. അഹം അഗ്നിരഹം ഹുതം. മന്ത്രം, ആജ്യം, ഔഷധം ഒക്കെ ജ്ഞാനിക്ക് ഭഗവാൻ തന്നെയാണ് എല്ലാം. മാത്രല്ല അടുത്ത ശ്ലോകം നോക്കൂ. പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രമോംകാരഃ ഋക്സാമ യജുരേവ ച. പിതാഹം അസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ. ഞാൻ തന്നെയാണ് ഈ ജഗത്തിന് അച്ഛൻ, ഞാൻ തന്നെയാണ് അമ്മ, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിനെ ധരിക്കുന്നവൻ, പിതാമഹനും ഞാൻ തന്നെയാണ്. പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ. വേറെ വേറെ ഒന്നുമില്ല. അച്ഛനും അമ്മയും കർമ്മഫലദാതാവും വേദ്യം അറിയപ്പെടേണ്ടതായ വസ്തുവും പവിത്രം ഓംകാരഃ പ്രണവവും ഋഗ്വേദവും സാമവേദവും യജുർവേദവും ഒക്കെ ഞാൻ തന്നെയാണ് അർജുന. ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ എന്നെ അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുന്നതിന് പകരം ഭഗവാൻ ഓരോന്നായിട്ട് എടുത്ത് പറയാം. നോക്കൂ, അച്ഛൻ എന്ന് പറയണത് ഒരു മനുഷ്യൻ, അമ്മ എന്ന് പറയണത് ഒരു സ്ത്രീ. അവരില് ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് ഈശ്വരന്റെ പിതൃഭാവമും മാതൃഭാവമും ആ പുരുഷനിലും സ്ത്രീയിലും മാനിഫെസ്റ്റ് ആവുകയാണ്. അജ്ഞാനം കൊണ്ട് സ്ത്രീ ഞാനമ്മയാണ്, ഇതെന്റെ കുട്ടിയാണെന്ന് ധരിക്കണം. വേദം പറയണത് സ്ത്രീകൾക്ക് ഒരു എളുപ്പ വഴിയുണ്ടെന്നാണ്. എന്താന്ന് വെച്ചാൽ മാതൃത്വം വരുമ്പോ ആ മാതൃത്വത്തിനെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു പുതുമ, ഇത്ര കാലം ഇല്ലാത്ത ഒന്ന്. ആ മാതൃത്വം ഒന്ന് ശ്രദ്ധിക്കാം. അത് ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഓഫ് മൈൻഡ്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. ലളിതാ സഹസ്രനാമത്തിലെ ദേവിയുടെ ആദ്യത്തെ നാമം ശ്രീമാത്രേ നമഃ. ആ മാതൃത്വം ഈ സ്ത്രീയുടെ അല്ല, അത് അന്തര്യാമിയുടെ ഈശ്വരദേഹ അഭിവ്യക്തി എന്ന് ഭാഷ്യകാരനോരടുത്ത് പറയണ്ട. ഈശ്വരദേഹ അഭിവ്യക്തി എന്ന്, അതായത്
നമ്മളുടെ ശരീരത്തില് ഉള്ള ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരോ ഒന്നും അല്ലാതെ യു പാസ് ടു അനദർ പ്ലെയിൻ, വേറെ ഒരു മണ്ഡലത്തില് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മാതാവും പിതാവുമായിട്ടുള്ള സർവേശ്വരൻ ഉണ്ടല്ലോ, അവൻ കുറച്ചു നേരത്തേക്ക് ഈ ചെറിയ ശരീരത്തിൽ ഒന്ന് അഭിവ്യക്തനാവുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അവനാണ് ഗർഭത്തിന്റെ ഉള്ളിൽ ഇത്ര നേരം പ്രൊട്ടക്ട് ചെയ്തതേ ഈ കുട്ടിയെ. ഇപ്പോ പുറത്തു വന്ന ഉടനെ ഒറ്റയടിക്ക് അതിനെ തനിച്ചു വിടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രസവിച്ച സ്ത്രീയുടെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിരുന്നു. എന്നിട്ട് ഈ കുട്ടിക്ക് ഗർഭത്തിൽ ഊണ് കൊടുത്തതിന് പകരം സ്തനങ്ങളിലൂടെ പാലങ്ങോട്ട് കൊടുത്തു. അതുമാത്രമല്ല, അതർവൈസ് ഒരു പണിയും ചെയ്യാത്ത സ്ത്രീയാണ്, സെൽഫിഷാണ്, സ്വാർത്ഥമാണ്. അങ്ങനെയുള്ള സ്ത്രീ ഈ കുട്ടിയെ കാണുമ്പോഴേക്കും തന്റെ സ്വാർത്ഥതയൊക്കെ വിട്ട് എന്തു വേണമെങ്കിൽ ചെയ്ത് രാത്രി ഉറക്കം ഒഴിച്ചൊക്കെ നോക്കണം. നോക്കാനുള്ള ഒരു പവർ ടെമ്പററി ആയിട്ട് അവര് വേണ്ടാന്ന് വെച്ചാൽ പോലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണു ആ പവർ. അതെ, സ്നേഹമാണ്, അമ്മയുടെ കാരുണ്യാണെന്ന് നാം പറയണു. പക്ഷെ അമ്മ വേറെ ഒരു കാരണവശാലും ചെയ്യാത്ത ഒരു സ്ത്രീ ടെമ്പററി ആയിട്ട് അപ്പൊ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈശ്വരന്റെ കരുണ, ഈശ്വരന്റെ യോഗക്ഷേമ ശക്തി. നമ്മളിനി പറയാൻ പോകുന്നത് ആ യോഗക്ഷേമ ശക്തി, പ്രൊട്ടക്റ്റീവ് പവർ, അനുഗ്രഹ ശക്തി കുറച്ചു നേരത്തേക്ക് ആ സ്ത്രീയെ ഉപയോഗിച്ച് സ്ത്രീയിലൂടെ പ്രകാശിക്കുകയാണ്. ആ പവറിനെയാണ് ഭഗവാൻ പറഞ്ഞത് അത് ഞാനാണെന്നാണ്. മാതാ അഹം, പിതാ അഹം. ആ അച്ഛൻ, ആ പുരുഷൻ അച്ഛനായി, അത് അയാളല്ലാതെ അയാളുടെ ഉള്ളില് ആ പിതൃഭാവം കുറച്ചു നേരത്തേക്ക് പ്രകാശിക്കുകയാണ്. ആ പാർവതി പരമേശ്വരന്മാർ കുറച്ചു നേരത്തേക്ക് രണ്ട് ശരീരത്തിനെ ഉപയോഗിച്ചു എന്ന് പറയണം. പിതാഹമസ്യ ജഗതഃ മാതാ കർമ്മഫലധാത. പ്രാണികൾക്ക് എല്ലാവിധ കർമ്മഫലത്തിനെയും കൊടുക്കുന്നവൻ, വിധാതാവായിട്ടുള്ളവൻ. കർമ്മഫലസ്യ പ്രാണിഭ്യഃ വിധാത. കർമ്മഫലത്തിനെ അതാത് സമയത്തിൽ കൃത്യമായിട്ട്, ഒന്നും കണക്ക് തെറ്റേയില്ല. നമ്മൾ വിചാരിക്കും ആരും കണ്ടില്ല ഞാൻ പണി ഒപ്പിക്കുമ്പോ എന്ന് വിചാരിക്കും. അതൊക്കെ അവിടെ അക്കൗണ്ട് ബുക്കിൽ കറക്റ്റായിട്ടുണ്ടാവും. എപ്പോഴാണ് തിരിച്ചു തരേണ്ടതെന്ന് വെച്ചാൽ തിരിച്ചു തരും. കർമ്മഫലസ്യ വിധാത. പിതാമഹ. ഭഗവാൻ പറഞ്ഞു നിന്റെ പരമ്പരയില് നിന്റെ മുത്തശ്ശന് ഞാനാണ്. ശ്രാദ്ധമണ്ഡലബോധി പേരെല്ലാം തെരിയലേன்னா இதான் வழி. நாராயணஹா பிதா, நாராயணஹா பிதாமகா. நிறைய பேர் தெரியவே மாட்டேங்கிறது. வாத்தியார்ட்ட கேட்கறாங்க பாட்டியோட பேர் என்ன, தாத்தா பேர். நாளைக்கு அமாவாசையோ இல்லையோ தரப்பணும். நாராயணஹா, நாராயணஹா. പിതാമഹ. അറിയപ്പെടേണ്ടതായ വേദ്യം, വേദ്യമായ വസ്തു ആത്മാ, അന്തര്യാമി, ഈശ്വരൻ. പവിത്രം ഓംകാര, പ്രണവം എന്നുവെച്ചാൽ ആലംബം. ഭഗവത് സാക്ഷാത്കാരത്തിന് ആലംബമായ മന്ത്രം. ആ മന്ത്രം എവിടുന്ന് വന്നു? ആരും ഉണ്ടാക്കിയതൊന്നുമല്ല. ഒരു ദിവസം രാവിലെ എണീറ്റ് ഓം പിന്നെ നമോ എന്നൊക്കെ പറഞ്ഞ് ചേർത്തിട്ട് പണ്ട് ഋഷികൾ ഉണ്ടാക്കിയ മന്ത്രങ്ങൾക്കൊക്കെ ഇപ്പൊ നമ്മൾ പാരഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മന്ത്രങ്ങൾ തനിയെ ഉണ്ടാവുന്നതാണ്, ഉണ്ടാക്കപ്പെടുന്നതല്ല. ഓംകാര. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ, എല്ലാ വേദവും ഈ മൂന്ന് വേദമാണ് ഇവിടെ പറയണത്. ഋക്ക്, യജുസ്, സാമം. അഥർവം അതിനകത്ത് ഇൻക്ലൂഡായി. ഋക് സാമ യജുരേവച. ഇതൊക്കെ ഞാനാണ് അർജുന. എന്നുവെച്ചാൽ ഭഗവാനെ സാക്ഷാത്കരിച്ച ജ്ഞാനിക്ക് അബ്സല്യൂട്ട് പ്രൊട്ടക്ഷനാണ്. എന്നുവെച്ചാൽ എപ്പോഴും അച്ഛനും അമ്മയുടെ അടുത്ത് ഇരിക്കുന്ന കുട്ടിയെ പോലെയാണ്. പിന്നെ എന്താ? അന്തര്യാമിയെ അറിഞ്ഞാൽ, അന്തര്യാമി ഒരു ഇലക്ട്രിസിറ്റി പോലെ ഒരു സാധനമൊന്നുമല്ല. ഇറ്റ് ഈസ് മദർ, ഇറ്റ് ഈസ് ഫാദർ, ഇറ്റ് ഈസ്
ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദർ നമ്മളുടെ ഫാമിലിയിൽ നഷ്ടാവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെയൊക്കെ പാർവതി പരമേശ്വരന്മാരൊക്കെ അങ്ങനെ ഫാമിലി ഫോട്ടോ ഒക്കെ നമ്മൾ വെക്കണത്. ചിലർ ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ ദൈവമൊക്കെ ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടിരിക്കണത്? പിന്നെ എന്താ, ഭഗവാൻ ഫാമിലി ഫോട്ടോ വെക്കാതെ ഭഗവാൻ ഇങ്ങനെ ശോകമുഖമായിട്ട് ഇരിക്കണോ? അമ്മയും അച്ഛനും ഒക്കെ ഞാനാണെന്ന് ഭഗവാൻ, മുത്തച്ഛനും കുട്ടികളും ഒക്കെ ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഫാമിലി ഉണ്ടല്ലോ അല്ലേ? അപ്പോ നമ്മൾ ഭഗവാന്റെ റിഫ്ലക്ഷനാണ്, ഒറിജിനൽ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഫാമിലി, ശോകമുഖമായ ഒരു ഫാമിലി ഉണ്ട്, അവിടെ സന്തോഷമായിട്ടൊരു ഫാമിലി, അത് കാണുമ്പോഴെങ്കിലും. അതുകൊണ്ടാണ് ഗൃഹസ്ഥന്മാര് പൊതുവെ ഉമാമഹേശ്വരാഭ്യാം നമഃ എന്ന് പറഞ്ഞ് ഉപാസനകളൊക്കെ തന്നെ ഫാമിലിയായിട്ട് തന്നെ ഉപാസിക്കണം എന്ന് പറയും. എന്തിനാന്ന് വെച്ചാൽ ആ സർവേശ്വരനെ നമ്മൾ എങ്ങനെ ഉപാസിക്കണോ അതുപോലെ നമ്മൾ ഇരിക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ റിഫ്ലക്ഷനാണ്. കുടുംബത്തിലൊക്കെ ഉപാസനയുടെ രഹസ്യമാണത്. നമ്മൾ എങ്ങനെ ഉപാസിക്കണമോ അതുപോലെ നമ്മൾ കാണും. നമ്മൾ ഭഗവാൻ അങ്ങനെ ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഉപാസിക്കണമെന്ന് പറയുന്ന സമ്പ്രദായം കുറച്ച് അരകുറയായിട്ട് വേദാന്തം പഠിച്ചവർക്ക് വളരെ ബാലിച്ചായിട്ട് തോന്നും. ഇതെന്താ ഒരു ഫാമിലി ഫോട്ടോ പോലെയൊക്കെ വെച്ചിരിക്കണത് ഭഗവാന്റെ. ഭഗവാൻ എന്താ പാടില്ലാത്തത്? നമ്മൾ ചെയ്യണതൊക്കെ ഭഗവാനിൽ ആരോപിക്കുക. ഇപ്പൊ ഗണപതിയാണ് യൂണിവേഴ്സൽ ഡോൾ. ക്രിക്കറ്റ് കളിക്കുന്ന ഗണപതി, പേപ്പർ വായിക്കണ ഗണപതി, ഫുട്ബോൾ കളിക്കണ ഗണപതി ഒക്കെ വെച്ചിരിക്കണം ഇപ്പൊ ഗണപതിക്ക്. അത് ഹിന്ദു മതത്തിൽ മാത്രമേ നടക്കുള്ളൂ. ബാക്കിയുള്ളവരുടെ മതത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയോ ആരും കാണാത്തൊരു സാധനമാണ്. ഇവിടെ നമുക്ക് ആനന്ദമാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, അല്ലാതെ ശോകമുഖമായിട്ട്. വിവേകാനന്ദ സ്വാമിയുടെ അടുത്തൊരു പാതിരി പറഞ്ഞു, അമേരിക്കയിലുള്ളപ്പോ ഇദ്ദേഹം കുട്ടികളുടെ കൂടെ കളിക്കുക. അപ്പൊ പറഞ്ഞു, പാതിരിക്ക് ഇദ്ദേഹത്തിനടുത്ത് കുറച്ച് സ്വാമിയുടെ അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന പാതിരിയാണ്. അദ്ദേഹം പറഞ്ഞു, സ്വാമി, യു ഷുഡ് നോട്ട് പ്ലേ ലൈക്ക് ദിസ്. യു ഷുഡ് ബി വെരി സീരിയസ്. യു ആർ എ റിലീജിയസ് പേഴ്സൺ. നിങ്ങൾ ഇങ്ങനെയൊന്നും കളിച്ചു നടക്കാൻ പാടില്ല കുട്ടികളുടെ കൂടെ. അപ്പൊ സ്വാമി പറഞ്ഞു, വൈ ഷുഡ് ഐ ബി സീരിയസ്? വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ബ്ലിസ്. ആനന്ദത്തിന്റെ കുട്ടികളാണ് നമ്മൾ. അമൃതസ്യ പുത്രാഹ എന്നാണ്. നമ്മളെന്തിനാ സീരിയസ് ആയിട്ടിരിക്കുന്നത്? യെസ്, ഐ വിൽ ബി സീരിയസ്. ഓഫൻ മൈ സ്റ്റൊമക് ക്രിയേറ്റ്സ് പ്രോബ്ലം, ദെൻ ഐ വിൽ ബി വെരി സീരിയസ്. പറഞ്ഞിട്ട് പറയണു അവർക്കൊക്കെ, മതം എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി എ ഡാർക്ക് ക്ലൗഡ് ഹാങ്ങിങ് അറൌണ്ട് യുവർ ഫേസ്. എപ്പോഴും വളരെ സീരിയസ്. അദ്ദേഹം വളരെ വളരെ ഭക്തിയാണ്. അദ്ദേഹത്തിനെ കണ്ടാൽ നമുക്ക് 3 ദിവസം ഉറക്കം വരില്ല. എന്താന്ന് വെച്ചാൽ വളരെ ശോകാണ്. ഭക്തി ഭഗവത് അനുഭവമാണ്. എന്ന് വെച്ചാൽ പുറമേക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് നടക്കണമെന്നല്ല അർത്ഥം. ഭഗവത് ആനന്ദത്തിന്റെ അനുഭവം. നോക്കൂ, ഭഗവാൻ പറയണു, ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ കർമ്മഫലദാതാവാണ്, ഞാൻ കൂടെ ഉണ്ട്. എല്ലാം ബഹുധാ ഉപാസന. ഏകത്വേന എന്ന് പറഞ്ഞതാണ് സന്യാസികൾക്ക് വിധിച്ചിട്ടുള്ള ഏകാന്തമായ ആത്മധ്യാനം. ഗൃഹസ്ഥന്മാരാണ്, കുടുംബത്തിലിരിക്കണു, അതുമൊക്കെ ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. ഇതൊക്കെ ഭഗവാന്റെ സ്വരൂപമാണ്. കുട്ടികളുടെ കാര്യങ്ങൾ, നമുക്ക് ജോലിയൊക്കെ ഉണ്ട്. അതിന്റെ നടുവിലേക്ക് ഭഗവാനെ കൊണ്ടുവരണം. അല്ലാതെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ റിട്ടയർ ആയ ശേഷം ഹരിദ്വാറിൽ പോയ ശേഷം ഞാൻ ധ്യാനം ചെയ്യാൻ പോണു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഹരിദ്വാറെ കാണാതായി കളയും. അതുവരെ ഉണ്ടാവുന്ന ആര് കണ്ടു? എല്ലാ പ്രശ്നങ്ങൾക്ക് നടുവിലും എല്ലാ ബഹളത്തിന്റെ നടുവിലേക്കും ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അച്ഛനും അമ്മയും ത്വമേവ മാതാ പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. അങ്ങനെ ഭഗവാനെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടട്ടെ, നമ്മൾ മാത്രം ബുദ്ധിമുട്ടിയാൽ മതിയോ? നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വരട്ടെ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. വൈകുണ്ഠത്തിൽ കിടന്നാ പോരാ, കൈലാസത്തിൽ തണുപ്പിലിരുന്നാ പോരാ, കൊച്ചിയിൽ പൊല്യൂഷനൊക്കെ ഭഗവാനും കുറച്ച് തിന്നിട്ട് കൊണ്ടുവരും. എല്ലാത്തിനും നടുവിലേക്കും വരട്ടെ. അങ്ങനെ ഭഗവാൻ നമ്മളുടെ ഇടയിലേക്ക് വരണം, ഭഗവാൻ നമ്മളുടെ കൂടെ വരണം. ഭഗവാനെ വെച്ചുകൊണ്ട് കളിക്കുക എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ, ഈ സനാതന ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ കളിയാ അറിയോ?
ഇതൊക്കെ തന്നെ കുറച്ച് യുക്തി വിചാരം ചെയ്യുന്നവർക്ക് വളരെ ബാലിശമായിട്ട് തോന്നും. തിരുവണ്ണാമലയിൽ ഞങ്ങളുടെ അവിടെ പാർവതിയും പരമേശ്വരനും തെരുവിലിറങ്ങി ലഹള കൂട്ടി ശണ്ട കൂടിയ കഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നും, അയ്യേ, ശിവനും പാർവതിയും തെരുവിൽ, പാർവതി ദേഷ്യപ്പെട്ടിട്ട് പോവുക, എന്നിട്ട് ഭക്തന്മാര് പോയി പാർവതിയെ വിളിച്ചുകൊണ്ടുവന്ന് പരമേശ്വരന്റെ അടുത്ത് അനുരഞ്ജനം ചെയ്യിപ്പിക്കുക, ഇങ്ങനെ കഥയൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ, ഈ ദൈവത്തിനെ നമ്മളെ പോലെ ആക്കും. അങ്ങനെയല്ല, നമ്മളുടെ ശണ്ടയൊക്കെ വരുമ്പോ പാർവതി പരമേശ്വരന്മാരുടെ ഈ കഥ ഓർമ്മ വന്നാൽ അപ്പം തീരും ശണ്ടയൊക്കെ. അതാണ് അതിന് പുറകിലുള്ള ചമത്കാരം. അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ഇറ്റ് ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഡിവിനിറ്റി. നിങ്ങൾ എന്തൊക്കെ ഡിവിഷൻ ഉണ്ടോ, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ, അതൊക്കെ തന്നെ പൂർണ്ണത്വത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണെന്നുള്ള വേദാന്ത സിദ്ധാന്തത്തിൽ ബേസ്ഡ് ആയിട്ടാണ് പുരാണങ്ങൾ എല്ലാ ബാലിശമായ കഥകളും കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെ പെർവേർഷൻസ് ലോകത്തിലുണ്ടോ അതൊക്കെ പുരാണത്തിലുണ്ട്. നമുക്ക് കണ്ടാൽ തോന്നും എന്തെങ്ങനെയൊക്കെ ഈ പുരാണങ്ങളിൽ. എന്താന്ന് വെച്ചാൽ അതൊക്കെ ഉള്ളതിന്റെ ഉള്ളില് ഉപനിഷദ്വേദ്യമായ വസ്തു ഉണ്ടെന്ന് പറയാനാണ്. അങ്ങനെ അറിഞ്ഞാലേ ഈ കോൺട്രഡിക്ഷൻ പോവുള്ളൂ. അല്ലെങ്കിൽ ലോകം വേറെയും അത് വേറെയും ഒക്കെ തോന്നും. അതിനാണ് ഭഗവാൻ ഇവിടെ പറയണത്. അല്ലെങ്കിൽ ഭഗവാൻ പറയാലോ, അച്ഛനില്ല, അമ്മയില്ല, കർമ്മഫലദാതാവൊന്നുമില്ല, ഞാൻ ഏകാന്തമായിരിക്കണ ചൈതന്യം മാത്രമാണ് അർജുന, അതുകൊണ്ട് നീ അച്ഛനെ വിടൂ, അമ്മയെ വിടൂ നമുക്ക് പറയണമല്ലോ. ഭഗവാൻ പറഞ്ഞു, അച്ഛൻ ഞാനാണ് അർജുന, അമ്മ ഞാനാണ്, കർമ്മഫലദാത ഞാനാണ്. എന്തൊക്കെ ലോകത്തിൽ നീ കാണുന്നുണ്ടോ ആ വസ്തുക്കളൊക്കെ ഞാൻ. അതിൽ അന്തര്യാമിയായ ഭഗവാനെ കാണുമ്പോൾ അച്ഛൻ അച്ഛനായിട്ടില്ലാതാവും, അമ്മ അമ്മയായിട്ടില്ലാതാവും, ഭാര്യ ഭാര്യയായിട്ടില്ലാതാവും, ഭർത്താവ് ഭർത്താവായിട്ടില്ലാതാവും, കുട്ടികൾ കുട്ടികളായിട്ടില്ലാതാവും, ബന്ധുക്കൾ ബന്ധുക്കളായിട്ടില്ലാതാവും. അതിനകത്ത് അന്തര്യാമിയായ ചൈതന്യത്തിന്റെ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് സംവേദ്യമായിട്ട് തീരും. അതാണ് വേദ്യം. ഇതിനാണ് റോയൽ സീക്രട്ട് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, രാജവിദ്യ എന്ന് പറഞ്ഞത്. എല്ലാവർക്കും, എല്ലാത്തിന്റെ നടുവിൽ സാധാരണ കുടുംബ ജീവിത ഗൃഹസ്ഥ ജീവിതത്തിന്റെ ഉള്ളിൽ ഭക്തിയെ കൊണ്ടുവരണം, ഭഗവാനെ കൊണ്ടുവരണം. എല്ലാ പ്രശ്നങ്ങൾക്ക് നടുവിലും ഭഗവാനെ കൊണ്ടുവരണം. ഇതൊക്കെ വിട്ടിട്ട് പോയിട്ട് എപ്പോ സാധിക്കാനാ? അലയൊഞ്ഞ് കടലിൽ കുളിക്കാൻ പറ്റുമോ? പണി കഴിഞ്ഞ് വണ്ണാന് കാശിക്ക് പോവാൻ പറ്റുമോ? അതുപോലെയാണെന്ന് പറയും. ഇതൊന്നും കഴിഞ്ഞ് തീർന്നിട്ട് റിട്ടയർ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഒന്നിനും ബലം ഉണ്ടാവതാവും. അതുകൊണ്ട് യാവത് സ്വസ്ഥമിതം ശരീരമരുജം യാവത് ജരാ ദൂരത. ശരീരം രോഗമില്ലാതിരിക്കുമ്പോ, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് ബലമുള്ള സമയത്ത് തന്നെ ആരാധന ഭക്തി തുടങ്ങിക്കൊള്ളാം. സന്ദീപ്തേ ഭവനേതു കൂപഗണനം പ്രത്യുദ്യമ കീദൃശ. വീട് കത്തിയെരിയുമ്പോ ഒരാൾ കിണർ കുഴിക്കാൻ പുറപ്പെടാണ്. എന്താന്ന് വെച്ചാൽ വെള്ളം കോരിയിട്ട് തീ കെടുത്താൻ നടക്കുവോ? റിട്ടയർ ആയ ശേഷം ഞാൻ യോഗാസനം പ്രാക്ടീസ് ചെയ്യണം, നടക്കാനേ വയ്യ, എണീക്കാനേ വയ്യ. അപ്പോ പിതാഹമസ്യ ജഗതഃ മാതാ ധാത പിതാമഹ വേദ്യം പവിത്രം ഓംകാര ഋക് സാമ യജുരേവച. ഭഗവാനെ പഠിച്ചാൽ, ഭഗവാനെ ഹൃദയത്തിൽ അനുഭവിക്കാൻ ആരംഭിച്ചാൽ, ഋഗ്വേദം പഠിച്ചു, സാമവേദം പഠിച്ചു, യജുർവേദം പഠിച്ചു, എല്ലാം കഴിഞ്ഞു. ഹനുമാനെ കാണുകയാണ് രാമായണത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സീൻ. വാൽമീകി രാമായണത്തിൽ രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേ വരികയാണ്. അപ്പൊ കിഷ്കിന്ധാകാന്ഡം, പമ്പാ നദിയുടെ തീരത്തിലെത്തും. ദൂരത്തുനിന്ന് സുഗ്രീവൻ കണ്ടു, അതാ രണ്ടുപേർ ധനുർധാരികളായിട്ട് വരണു, ജടാധാരികളായിട്ട് വരണു. ഹേ ഹനുമാൻ, ചെന്ന് അന്വേഷിക്കും, അവരാരാന്ന് അന്വേഷിക്കുന്നു. അവര് ഒരുപക്ഷെ വാലി പറഞ്ഞയച്ചിട്ട് വരികയായിരിക്കുമോ? അവിടുന്ന് അസ്ത്രം അയച്ചാലോ? അതുകൊണ്ട് അവിടുന്ന് ഒരു സിഗ്നൽ തന്നാ മതി, ഞാൻ ഓടിക്കൊള്ളാം. സുഗ്രീവൻ സ്പെഷ്യലൈസേഷൻ ഓടുന്നതിലാണ്. അതുകൊണ്ട് എങ്ങനെയും ചാടിപ്പോയിക്കൊള്ളാം, അവിടുന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോഴാണ് ഹനുമാൻ ഇവിടെ വേഷം മാറിപ്പോണത്. എന്നിട്ട് രാമലക്ഷ്മണന്മാരെ കാണുമ്പോൾ വളരെ മധുരമായിട്ട്, ഹനുമാന്റെ ശബ്ദം ഏറ്റവും മധുരമായ ശബ്ദമാണത്രേ. നാരദ മഹർഷി ഒരു ദിവസം പാടിയപ്പോ പ്രകൃതി മുഴുവൻ ലയമായിരുന്നു.
ഹനുമാൻ കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ നാരദൻ പറഞ്ഞു അത്രേ ഹനുമാനോട്, അങ്ങൊന്ന് പാടുമോ എന്ന് ചോദിച്ചു അത്രേ ആഞ്ജനേയനോട്. അപ്പൊ ഹനുമാൻ പാടി. നാരദൻ ലയിച്ചു, പ്രകൃതി മുഴുവൻ ലയമായി. കുറച്ചു കഴിഞ്ഞ് തന്റെ വീണ അടുത്തൊരു കല്ലിൽ വെച്ചിരിക്കുകയായിരുന്നു നാരദ മഹർഷി. അത് എടുക്കാൻ പുറപ്പെടുമ്പോ ആ കല്ല് ഉരുകി വീണ അതിനകത്ത് പെട്ടുപോയി. അത്ര മധുരമായ ശബ്ദാണെന്നർത്ഥം. നാവീഹൃത്കണ്ഠരസന എന്ന് ത്യാഗരാജസ്വാമികൾ പാടിയല്ലോ. അത് ആഞ്ജനേയനെ കുറിച്ചാണ് ആ ശബ്ദം. അപ്പൊ അങ്ങനെ ഹനുമാൻ രാമലക്ഷ്മണന്മാരെ കണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? രാജഋഷിദേവ പ്രതിമൗ താപസൗ സംശിതവ്രതൗ കഥം ദേശമിമം പ്രാപ്തൗ ഭവന്തൗ വരവർണിനൗ. ദ്വിവചനത്തിലാണ് ചോദ്യമൊക്കെ. ഒരാളെ അഡ്രസ് ചെയ്തുകൊണ്ടല്ല, രണ്ടുപേരെയും ഒരേ സമയം അഡ്രസ് ചെയ്തുകൊണ്ട്. കാരണം ഒരാളെ അപമാനിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത്രയും റീഫൈൻഡ് ലാംഗ്വേജ്. ഉച്ചാരയതി കല്യാണീം വാചം ഹൃദയഹർഷിണീം. നിങ്ങൾ ആരാണ്? രാജഋഷികളെ പോലെ ഉണ്ട്. ഈ പ്രദേശത്തിലേക്ക് എന്തിനു വന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ഹനുമാന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാതെ ഭഗവാൻ ലക്ഷ്മണനെ നോക്കി പറയാണ്, ഇവൻ ഋഗ്വേദിയാണ്, ഇവൻ യജുർവേദിയാണ്, ഇവൻ സാമവേദിയാണ്. ഹനുമാൻ വേദമൊന്നും ചൊല്ലിയില്ല, സാമഗാനമൊന്നും ചെയ്തില്ല. എന്നിട്ടും പറയാണ് ഇവൻ ഋഗ്വേദിയാണ്, ഇവൻ യജുർവേദിയാണ്, ഇവൻ സാമവേദിയാണ്. എങ്ങനെയാ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇവന്റെ ധാരണാശക്തി, വൈദുഷ്യം, ഇവന്റെ വിനയം. ഇവന്റെ വിനയം കാണുമ്പോൾ ഇവൻ ഋഗ്വേദിയാണെന്ന് തോന്നുന്നു, ഇവന്റെ ധാരണാശക്തി കാണുമ്പോൾ ഇവൻ യജുർവേദിയാണെന്ന് തോന്നുന്നു, ഇവന്റെ വൈദുഷ്യം കാണുമ്പോൾ ഇവൻ സാമവേദിയാണെന്ന് തോന്നുന്നു. നാനൃഗ്വേദ വിനീതസ്യ നായജുർവേദധാരിണഃ നാസാമവേദ വിദുഷഃ ശക്യമേവം വിഭാഷിതും നൂനം വ്യാകരണം കൃത്സ്നമനേന ബഹുധാ ശ്രുതം ബഹുവ്യാഹരദാനേന ന കിഞ്ചിത് അപശബ്ദിതം. ഒരു അപശബ്ദം പോലും, ശബ്ദത്തിൽ ഒരു പിശില് പോലും ഇല്ല. മഹാവ്യാകരണ പണ്ഡിതനാണവൻ. ഇതാണ് വ്യാകരണത്തിന്റെ ലക്ഷണം എന്ന്. എന്തേ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അലൗകികമായ ഭാഷ. ആ അലൗകികമായ ഭാഷ എവിടുന്ന് വന്നു? ഹൃദയത്തിൽ മുഴുവൻ ഭക്തിയാണ്, ഹൃദയത്തിൽ മുഴുവൻ ഭഗവാനാണ്. സ്വാർത്ഥതയേ ഇല്ല. ഒരു കൊച്ചുകുട്ടിയെ വിളിച്ചിരുത്തി രാമായണം പഠിപ്പിച്ചു കൊടുക്കും. ഒരു കുട്ടികളെ എനിക്ക് രാമനെ ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയില്ല. ആര് ചോദിച്ചാൽ ഹനുമാൻ. എന്തേ? നിസ്വാർത്ഥമായ ഒരു ക്യാരക്ടർ അതേ ഉള്ളൂ രാമായണത്തിൽ. ഒരിടത്തും പരാജയമില്ല. അകുതശ്ചിത് പരാഭവ. രാമായണത്തിൽ ഹീറോ ഹനുമാനാണോ രാമനാണോ ശരിക്കും പറയാൻ പറ്റില്ല അല്ലേ? എന്തേ? നിസ്വാർത്ഥത. അപ്പോ ആ ലക്ഷണം കണ്ടിട്ടാണ് പുറത്ത് ഋഗ്വേദി യജുർവേദി ഒക്കെ പറയണത്. അതുപോലെ ഭഗവാൻ ഹൃദയത്തിൽ വന്നാൽ നിങ്ങൾ ഇനി പ്രത്യേകിച്ച് വേദാധ്യയനത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ അച്ഛനൊക്കെ എപ്പോഴും കൂടെ ഉണ്ട്. ഒരു ഭക്തൻ പാടി, അമ്മ ഒരു കുട്ടിയെ തല്ലിയാൽ അച്ഛൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും, അമ്മ തല്ലിയ അച്ഛൻ എടുത്തോണ്ട് പോയി മടിയിലിരുത്തും. എന്റെ കാര്യം കഷ്ടാണ്, എനിക്ക് രണ്ടും ഒരേ ആളാണ്. തടിത്തവോർ മകனை தாயீர்ந்தடித்தார் தந்தை உடன் அணைப்பன் தந்தை அடித்தால் பிடித்தொரு தாய் அணைப்பன் தடித்தவோர் மகனை தந்தையீர்ந்தடித்தால் தாயுடன் அணைப்பல் தாய் அடித்தால் பிடித்தொரு தந்தை அணைப்பன் இங்கெனக்கு பேசிய தந்தையும் தாயும் பொடித்திருமேனி அம்பலத்தாடும் புனிதனி ஆதலால் என்னை அடித்தது போதும் அணைத்திடல் வேண்டும் അമ്മയപ്പാ ഇനി ആற்றേൻ. ഭഗവാനെ അമ്മയപ്പ എന്നാണ് വിളിച്ചത്, അമ്മയും അപ്പനുമായിട്ട്. അമ്മ അടിച്ചാൽ അച്ഛൻ അടിച്ചാൽ അമ്മ. ലോകത്തിൽ അതുണ്ടല്ലോ. ഇപ്പൊ ഭഗവാനെ വിളിച്ചു പറയണ മാതൃഭൂതേശ്വര സ്വാമിയാണ്. അതുകൊണ്ട് അമ്മയും അച്ഛനും ഒക്കെ ഭഗവാനാണ്. ഞാൻ വേറെ എവിടെ പോകും? അപ്പൊ എനിക്ക് എല്ലാ ആശ്രയവും അവിടുന്നേ ഉള്ളൂ. ഭഗവാൻ തന്നെയാണ് ആശ്രയം. ആ ആശ്രയം ഉള്ളില് സാക്ഷാത്തായിട്ട് അറിയപ്പെട്ടാൽ അതിനേക്കാളും വലിയൊരു ദിവ്യ ലാഭം എന്താ ഉള്ളത്?
ജ്ഞാനികളൊക്കെ തന്നെ, സാക്ഷാത്കൃതരായിട്ടുള്ളവരൊക്കെ തന്നെ ഇതിനെ അറിഞ്ഞവരാണ്. നമ്മുടെ ഭഗവാൻ വേദാന്താണ് പറയണതെങ്കിൽ ഭഗവാന്റെ പഥികം നോക്കിയാൽ നിങ്ങൾ കാണാം. അമ്മയും അപ്പനുമായനൈ ഭൂമിയിൽ ആക്കി അളിത്ത് മഹിമായയിൻ ആഴ്കടൽ വീഴ്ந்து யான் ஆழ்ந்திடும் முன் என் மனம் மன்னி இழுத்து உன் பதத்தில் இருத்தினையால் சின்மயனாம் അരുണാചല നിൻ അരുൾ ചിത്രം എന്നേ. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച് മായയിൽ വീണു പോകുന്നതിന് മുമ്പ് അമ്മയും അപ്പനുമായി എന്റെ പുറകെ നിന്ന് എന്നെ അങ്ങോട്ട് നോക്കി സംരക്ഷിച്ച് പക്വമാക്കി ജ്ഞാനസ്ഥിതിയിൽ ഇരുത്തി പൂർണ്ണമാക്കി സംസാരത്തിൽ വീണുപോവാതെ രക്ഷിച്ച ആ കരുണയെക്കുറിച്ച് എന്തു പറയാനാണ്? അപ്പോ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും പോലൊരു സാധനമാണെന്ന് ധരിക്കണ്ട. ഈസ് മോർ ഹ്യൂമൻ ദാൻ എനി ഹ്യൂമൻ ബീങ്. മനുഷ്യത്വം എന്ന് നമ്മൾ പറയണത് ലേശ ഈശ്വര ആവിർഭാവമാണ്. സ്നേഹം എന്നൊക്കെ നമ്മൾ പറയണത് ഭഗവാന്റെ ഒരു ലേശ സ്പർശമാണ്. അപ്പോ ആ പ്രേമത്തിന്റെ ഉറവിടം, അതിന്റെ സോഴ്സ്, അതിന്റെ മൂലമാണ് ഇവിടെ പറയണത്. ആ മൂലമാണ് ഇവിടെ ഗീത ഉപദേശിക്കുന്നത്. പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രം ഓംകാരഃ ഋക്സാമ യജുരേവച. അടുത്ത ശ്ലോകം നോക്കൂ. ഗതിർഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. ഗതിഃ ഭർത്താ പ്രഭുഃ സാക്ഷി നിവാസഃ ശരണം സുഹൃത്. ഗതിഃ കർമ്മഫലം, ഭർത്ത പോഷ്ട, പ്രഭുഃ സ്വാമി, സാക്ഷി പ്രാണിനാം കൃതാകൃതസ്യ, നിവാസഃ യസ്മിൻ പ്രാണിനഃ നിവസന്തി, ശരണം ആർത്താനാം പ്രപന്നാനാം ആർത്തിഹരഃ, സുഹൃത് പ്രത്യുപകാര അനപേക്ഷഃ സൻ ഉപകാരി, പ്രഭവഃ ഉത്പത്തിഃ ജഗതഃ, പ്രളയഃ പ്രളീയത്തെ അസ്മിൻ ഇതി, തഥാ സ്ഥാനം തിഷ്ഠതി അസ്മിൻ ഇതി, നിധാനം നിക്ഷേപഃ കാലാന്തരോപഭോഗ്യം പ്രാണിനാം, ബീജം പ്രരോഹകാരണം പ്രരോഹധർമ്മിണാം, അവ്യയം യാവത് സംസാരഭാവിത്വാദ് അവ്യയം നഹി അബീജം കിഞ്ചിത് പ്രരോഹതി, നിത്യം ച പ്രരോഹദർശനാത് ബീജസന്തതി നവ്യേതി ഇതി ഗമ്യത്തെ ഇതി ഭാഷ്യം. ഇങ്ങനെ ഗതിഹി ഭഗവാൻ പറഞ്ഞത് ഓരോ ജീവനും അവന് അവഗതി ഞാനാണ്, അവന്റെ ജീവിതം ശരണം ഞാനാണ്. ഭർത്ത അവനെ സംരക്ഷിക്കണവൻ ഞാനാണ്. അപ്പൊ ഭരിക്കുന്നത് കൊണ്ടാണ് ഭർത്ത എന്ന പേര്. പോഷ്ട എന്നാണ് അർത്ഥം പറയുന്നത്. ഒരു സ്ത്രീയെ പോഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് നമ്മള് ഭർത്താവ് എന്നൊക്കെ പറയണത്. വാസ്തവത്തിൽ പോഷിപ്പിക്കണത് ആരാ? ഇയാളാണോ? ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ? ഈശ്വരൻ തന്നെ, ഭഗവാൻ തന്നെ. അപ്പൊ പോഷ്ട ഗതിഹി. ഗതി എന്ന് വെച്ചാലോ ജീവിക്കാനുള്ള ഉപായം. നമ്മളുടെ ജോലി, ഓഫീസിലുള്ള ജോലി, പണം, ഇതൊക്കെയാണ് ഉപായം. ഗർഭത്തിലിരിക്കുമ്പോൾ ആര് പോഷിപ്പിച്ചു? ഗതിഹി ഭർത്ത പ്രഭു. നമുക്ക് സ്വാമി, നമ്മൾക്ക് എല്ലാവർക്കും സ്വാമി ഈശ്വരൻ തന്നെയാണ്. സാക്ഷി, ഉള്ളിൽ അന്തര്യാമി രൂപമായിട്ട് ഇരിക്കണം, എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന, കർമ്മങ്ങൾക്കൊക്കെ സാക്ഷി. നിവാസ, നമ്മളൊക്കെ ഇരിക്കുന്നത് എവിടെയോ ഇരിപ്പിടം. നമ്മൾ വീട്ടിലോ സമൂഹ മഠത്തിലൊന്നും അല്ല ഇരിക്കണത്, ആത്മാവിലാണ് ഇരിക്കണത്. ഈ ശരീരം ഇവിടെ ഇരിക്കണം, അത്രയേ ഉള്ളൂ. നമ്മളുടെ ഇരുപ്പ് സ്വരൂപത്തിലാണ്. നിവാസ ശരണം, നമുക്ക് ലക്ഷ്യസ്ഥാനം. പ്രപന്നാനാം ആർത്താനാം ആർത്തിഹര. എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ എവിടെയാ പോവാ? ചിലരൊക്കെ പറയണത് ഈ ഭഗവാന്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ പാടില്ല. ഭഗവാന്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ലോകത്തിൽ ആരുടെ അടുത്തും നിങ്ങൾ ചോദിക്കില്ലെങ്കിൽ ഭഗവാനോട് ചോദിക്കാതിരിക്കാം. നിങ്ങൾ ലോകത്തിൽ ആരുടെ അടുത്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനോട് ചോദിക്കാം. നിങ്ങൾ ഡോക്ടറുടെ അടുത്തും പോവില്ലെങ്കിൽ ഭഗവാനോടും ചോദിക്കണ്ട. നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകണമെങ്കിൽ ഭഗവാനോട് ചോദിക്കാം.
ഭഗവാനാണ് ആ ഡോക്ടറിലൂടെ മരുന്നിലൂടെ ഒക്കെ പ്രവർത്തിക്കേണ്ടത്. ഭേഷജം ഭിഷക് അല്ലേ വിഷ്ണു സഹസ്രനാമത്തില് മരുന്നും വൈദ്യനും ഒക്കെ ഞാനാണെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോ വൈദ്യനായിട്ടും ഭിഷക്കായിട്ടും ഒക്കെ നമുക്ക് ആർത്തി ഇല്ലാതാക്കണമെങ്കിൽ ഭഗവാൻ തന്നെയാണ്. ആർത്തിഹരഹ പ്രാണിനാം ആർത്തിഹരഹ ശരണ്യം ശരണം ആർത്താനാം പ്രപന്നാനാം ആർത്തിഹരഹ. സുഹൃത്ത്, നമുക്ക് നല്ല ഫ്രണ്ട്. സുഹൃത്തിന് ലക്ഷണം എന്താന്ന് വെച്ചാൽ പ്രത്യുപകാരമൊന്നും ഇച്ഛിക്കാതെ ഉപകാരം ചെയ്യണവൻ. അതാണ് സുഹൃത്ത്. ഒരു പയ്യൻ സ്കൂളിൽ പോയിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് വരണം. കുറെ ദിവസം പ്രാർത്ഥിച്ചു. ക്ലാസ്സിൽ അയാൾ ഫസ്റ്റായി. കുറെ കഴിഞ്ഞു 10th അയാൾക്ക് ഫസ്റ്റായി. അത് കഴിഞ്ഞ് കോളേജിൽ പോയി. അവിടെയും ഫസ്റ്റ് വരണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അയാൾ ഫസ്റ്റായി. കുറെ കഴിഞ്ഞ് നല്ല ജോലിക്ക് സെലക്ഷൻ കിട്ടണമെന്ന്, അതേപോലെ സെലക്റ്റഡായി. ജോലിയിൽ കുറെ കാലം ജീവിച്ചു, പലതും ചോദിച്ചു അതുപോലെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പ്രമോഷൻ വേണമെന്ന് വിചാരിച്ചു, അതിലും കിട്ടി. അത് കഴിഞ്ഞ് ഭഗവാനോട് പറഞ്ഞു, 10-30 വയസ്സാവാറായി, ഒന്ന് കല്യാണം, നല്ല ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിക്കണം. അതും നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഭഗവാനെ നല്ലൊരു ആൺകുട്ടിയായിട്ട് ജനിക്കണം. അതും കിട്ടി. എല്ലാം സാധിച്ചപ്പോ ഇയാൾക്ക് തോന്നി, ഞാൻ ചോദിച്ചതൊക്കെ ഇപ്പൊ ഭഗവാൻ തന്നു, അതുകൊണ്ട് ഇനിയിപ്പൊ ഞാൻ കുറച്ച് നല്ലതൊക്കെ ചെയ്യണം. അയാൾ കുറെ പൈസയൊക്കെ ബാഗിലാക്കി റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ഓരോരുത്തർക്കായിട്ട് ഓരോ രൂപയായിട്ട് കൊടുത്തു. അപ്പൊ കുറെ സാധുക്കളൊക്കെ വന്നു. കണ്ണു കാണാത്ത ഒരാൾ വന്നു. അയാൾ വന്ന് നിന്നു, കൈ നീട്ടി 1 രൂപ കൊടുത്തു. ചെവി കേൾക്കാത്ത ഒരാൾ വന്നു, 1 രൂപ കൊടുത്തു. നടക്കാൻ വയ്യാത്ത ഒരാൾ വന്നു, 1 രൂപ കൊടുത്തു. ഒരു കുട്ടിയും കൊണ്ട് ഒരു അമ്മ വന്നു, 1 രൂപ കൊടുത്തു. ഇങ്ങനെ പലർക്കും 1 രൂപ കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോണ്ട് വാങ്ങിയ ഒരുത്തൻ തന്നെ പിന്നെയും വന്ന് കൈ നീട്ടി. നിനക്കല്ലേ അപ്പോഴേ തന്നത്, പിന്നെ എന്തിനാ വരണത് എന്ന് ചോദിച്ചു. ചീത്ത പറഞ്ഞ് അയച്ചു. കൊടുത്തില്ല. 1 രൂപയാണോ കൊടുക്കണത്, പക്ഷെ കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് കൃതകൃത്യതയോടുകൂടെ തിരിച്ചു പോവാൻ പുറപ്പെടുകയാണ്. അപ്പൊ ഉള്ളിലൊരു കുത്തൽ, എന്തോ ഒരു വിഷമം, എന്തോ ഒരു പ്രശ്നം. എന്താന്നിങ്ങനെ ആലോചിക്കുമ്പോ ഉള്ളിൽ ഭഗവാൻ പറഞ്ഞു, നീ എന്തിനാ അവനോട് ദേഷ്യപ്പെട്ടത്? അല്ല, അവൻ വാങ്ങിയവൻ തന്നെ പിന്നെയും വന്ന് കൈ നീട്ടിയില്ലേ? അപ്പൊ നോക്കൂ, ഇതാണ് നിനക്ക് എനിക്കും വ്യത്യാസം. നീ വാങ്ങിയവൻ എത്ര പ്രാവശ്യം എന്റെ അടുത്ത് പിന്നെയും മര്യാദയായിട്ട് സ്കൂളിൽ കിട്ടണം, കോളേജിൽ കിട്ടണം, ജോലി കിട്ടണം, കല്യാണമാവണം, കുട്ടികളാവണം. വാങ്ങിയ ആള് തന്നെ പിന്നെയും വീണ്ടും വാങ്ങിക്കാൻ വന്നില്ലേ? ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടില്ലല്ലോ. ഞാൻ നിന്നോട് എങ്ങനെ ഇരിക്കണോ അതുപോലെ നിനക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കണം. ഈശ്വരൻ നമ്മളുടെ യോഗ്യതയും നമ്മളുടെ ലക്ഷ്യവും ഒന്നും നോക്കാതെ, അല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാരോടും ഭഗവാൻ എങ്ങനെ പെരുമാറണോ അതുപോലെ പെരുമാറാൻ കഴിയണം. അതാണ് സുഹൃത്ത് എന്ന് പറഞ്ഞത്. അതാണ് സുഹൃത്തിന്റെ ലക്ഷണം. പ്രത്യുപകാരം ഒന്നും നോക്കാതെ ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പൊ നമുക്കൊന്നും ഉപകാരം ചെയ്തിട്ട് പിന്നെ നോക്കാനേ പാടില്ല. നമ്മൾ ഉപകാരം ചെയ്ത ആള് പിന്നീട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പാടില്ല. എന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉപകാരം ചെയ്യുമ്പോൾ അയാള് നമ്മളെ കണ്ട് നമസ്തേ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപകാരം ചെയ്തു എന്ന് തോന്നും. അയാൾ നമ്മളെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം നോക്കൂ, തിരിഞ്ഞു പോലും നോക്കണില്ല എന്ന് വിഷമം തോന്നും, ദേഷ്യം വരും. ചിലപ്പോൾ വായു തുറന്ന് പറയും, അയാൾക്ക് ഇത്ര ചെയ്തിട്ട് ഒരു നന്ദിയില്ല എന്ന് പറയും. അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മറന്നു കളയണം, അറിയാനേ പാടില്ല. അങ്ങനെ ഉള്ളതാണ് സുഹൃത്ത്. അങ്ങനെ ഒരാളേ ഉള്ളൂ, ഈശ്വരനേ ഉള്ളൂ. ഈശ്വരൻ നമുക്ക് നമ്മൾ ചെയ്യണ ഓരോ കാര്യത്തിന് നമുക്ക് വല്ലതും തരാൻ പാടുമെന്നാണ്. എന്നിട്ടും തന്നുകൊണ്ടിരിക്കണം. ഈശ്വര സുഹൃത്ത്, സുഹൃതം സർവഭൂതാനാം. അപ്പം ഗർഭത്തിൽ കിടക്കുമ്പോ മുതൽക്ക് ഉള്ള സംരക്ഷണം മുഴുവൻ ഭഗവാന്റെ അല്ലേ. അപ്പൊ സുഹൃത്ത്. പ്രഭവ നമ്മളുടെ ഉത്പത്തി സ്ഥാനം, പ്രളയ നമ്മളുടെ പ്രളയസ്ഥാനം, മരണസമയത്ത്. അപ്പൊ മരണത്തിന് ഭയപ്പെടാനൊന്നുമില്ല.
ബാക്ക് ഹോമാണ്. പിന്നെ എന്താ ഭയപ്പെടാൻ? ഭഗവാനെ അറിഞ്ഞവന് മരണമൊന്നും പ്രശ്നമേ അല്ല. കാരണം അവരെവിടെയെങ്കിലുമൊക്കെ പോയി ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ആരെയും വിഷമിക്കുമോ? സന്തോഷമായിട്ടോ വീട്ടിലേക്ക് പോണ പോലെ ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. പ്രളയം, പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം നിക്ഷേപ എന്ന് വെച്ചാൽ നമ്മളുടെ വലിയ ഡെപ്പോസിറ്റ് എന്താന്ന് വെച്ചാൽ ഈശ്വരനാണ്, ഭക്തിയാണ്, ഭഗവാനാണ്. ഒരു മഹാത്മാ പരമദരിദ്രനായിരുന്നു. ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു പരമഭക്തൻ. അദ്ദേഹത്തിന്റെ അടുത്ത് എല്ലാവരും ചെന്ന് പറഞ്ഞു, രാജാവ് നിങ്ങൾക്ക് സമ്പത്ത് തരാന്നൊക്കെ. അസ്തിമേ ഹസ്തിശൈലാഗ്രേ വസ്തു പൈതാമഹം ധനം. ഞങ്ങൾക്ക് പിതൃപൈതാമഹമായ ധനം ഉണ്ടെന്നാണ്. ഭഗവത് ഭക്തി, ഭഗവാനാണ് ഞങ്ങളുടെ ധനം. തേടാതുത്രനൽ തിരുവരുൾ നിധി അകത്തിയക്കം തീർത്ഥരുൾ അരുണാചല. നമ്മുടെ ഭഗവാൻ അക്ഷരമണന്മാരിൽ പറഞ്ഞു, അല്പം പോലും മെനക്കെടാതെ കിട്ടിയിട്ടുള്ള വലിയ ട്രഷർ ഹൗസ് ഉണ്ട്. തേടാതുത്രനൽ തിരുവരുൾ നിധി. ഗുഹൈ നമശിവായ സ്വാമികൾ തിരുവണ്ണാമലയിൽ പാടി, രാജാവായിട്ടിരിക്കുക പോലും വേണ്ടാണ്. ഈ ശോണഗിരി എന്ന് വെച്ചാൽ അരുണാചലം, ശോണഗിരി തെരുവില് പിച്ചയുണ്ട് വാഴപ്പെരിൻ. ഇവിടെ ഭിക്ഷ എടുത്ത് ജീവിക്കാനാണ് ബെറ്റർ. വേറെ എവിടെയെങ്കിലും പോയി രാജാവായിട്ട് ഇരുന്നിട്ട് എന്ത് കാര്യം? ഇവിടെ എന്തെങ്കിലുമൊക്കെ ഭിക്ഷ ഉണ്ട് കഴിഞ്ഞാലും മതി. ദേവന്മാരൊക്കെ നമസ്കരിക്കുന്ന യോഗ്യമായ സ്ഥാനം പോലും വേണ്ടെന്ന്. വാനവരെല്ലാം പണിയും പദം പെരിനും വേണ്ടേൻ. ദേവന്മാരൊക്കെ നമസ്കരിക്കുന്ന ആ പദവും വേണ്ട. ഈ അരുണാചലത്തിൽ ഭിക്ഷ ഉണ്ട്, ഉപ്പിൽ കൂഴുണ്ട്. ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച് ജീവിച്ചാലും വേണ്ടില്ല എന്ന്. വലിയ സമ്പത്ത്. ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോ നിധാനം ബീജം പ്രരോഹകാരണം അവ്യയം യാവത് സംസാരഭാവിത്വാത് അവ്യയം. ഈ സംസാരം എത്ര കാലം ഉണ്ടോ അത്ര കാലം നമ്മളുടെ പണം, നമ്മളുടെ ആരോഗ്യം, ശരീരത്തിന്റെ സൗന്ദര്യം ഒക്കെ തീർന്നു പോകും. തീർന്നു പോകാത്തൊരു സ്വത്തുണ്ട് ഭഗവാൻ. അവ്യയം, വ്യയം നാസ്തി. തീർന്നു പോവാത്ത ഒരു സമ്പത്ത്, എടുത്താ തീരാത്ത ഒരു സ്വത്ത്, ഒരു ട്രഷർ ഹൗസ്. നിധാനം ബീജം അവ്യയം. എല്ലാത്തിനും ബീജമാണ്. പ്രരോഹദർശനാത്. അടുത്ത ശ്ലോകം നോക്കൂ. മഴ പെയ്യണില്ല. ഇപ്പൊ കൊച്ചിയിലൊക്കെ ഇത്തിരി മഴ പെയ്തു അല്ലെ? പാലക്കാടൊക്കെ കുറച്ച്, തിരുവനന്തപുരത്തൊന്നും മഴയില്ല എന്ന് പറയണത്. ഭഗവാൻ പറയണത് ഞാനാണ് മഴ എന്നാണ്. നിങ്ങളൊക്കെ വിളിച്ചോളാം. അപ്പൊ തപമ്യഹമഹം വർഷം നിഗൃണ്ണാമി ഉത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. തപാമി അഹം ആദിത്യഹാസൻ. നല്ല വേനൽ, കൊടും ചൂട്. ഭഗവാൻ പറഞ്ഞ ഞാനാണ് തപിപ്പിക്കുന്നത്. രമണ മഹർഷിയുടെ പാർഷദന്മാരിൽ ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, ആത്മവിദ്യാഭൂഷണം ജഗദീശ ശാസ്ത്രി. ആത്മവിദ്യാഭൂഷണം എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ ടൈറ്റിലാണ്. ഇപ്പോഴും ഇന്ത്യയിലുള്ള മഹാപണ്ഡിതന്മാരിൽ ചിലരൊക്കെ അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് സ്റ്റുഡൻസ് ആണ്. ജഗദീശ ശാസ്ത്രി രമണ മഹർഷിയുടെ വളരെ അടുത്ത പാർഷദന്മാരിലെ ചില ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് മഹർഷി പൊതുവെ ആരെയും പേര് പറഞ്ഞ് വിളിക്കുകയില്ല, ബഹുമാനത്തോടെ വിളിക്കുള്ളൂ. പക്ഷെ ഇവരൊക്കെ വളരെ അടുത്തവരൊക്കെ ജഗദീശ എന്ന് വിളിക്കും. കുട്ടിക്കാലം മുതൽ പരിചയമാണ്. ഭഗവാൻ മലയിലിരിക്കുമ്പോൾ, സ്കന്ധാശ്രമത്തിലിരിക്കുമ്പോൾ, വിരൂപാക്ഷ ഗുഹയിലിരിക്കുമ്പോഴൊക്കെ ഉമ്മറത്ത്, ആ ഗുഹയുടെ ഉമ്മറത്തൊക്കെ കിടന്ന് വേദാന്ത വിചാരമൊക്കെ രാത്രിയൊക്കെ നടക്കും. ജഗദീശ് ശാസ്ത്രി ഒരു ദിവസം ഗുഹയ്ക്ക് പുറത്ത് കിടന്ന് ഉറങ്ങി. നല്ല രാത്രി സമയം. ചിലപ്പോ ചെറിയ ഈ ചീറ്റപ്പുലികളൊക്കെ വരും. അതുകൊണ്ട് ആ വിഷമുണ്ടാവാതിരിക്കാൻ വേണ്ടി എണീപ്പിക്കാൻ, നല്ല ഉറക്കാണ്, കൂർക്കം വലിച്ച് ഉറങ്ങാണ്. അപ്പൊ എണീപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഇത്തിരി മൂക്കുപൊടി എടുത്തിട്ട് മൂക്കിലിട്ട് വെച്ചു അത്ര. ഒരു 4 തുമ്മ് തുമ്മിയിട്ട് എണീറ്റു ആ പണ്ഡിതൻ. എന്നിട്ട് പതുക്കെ അകത്ത് പോയി കിടക്കൂ ജഗദീശ. ഒരു ദിവസം ജഗദീശ് ശാസ്ത്രിയോട് പറഞ്ഞു, നമുക്ക് മലയുടെ മുകളിൽ പോവാൻ വരുമോ?
നല്ല വെയിൽ, ചൂട്. എങ്ങനെയാ ഇപ്പൊ ഭഗവാനോട് പറയാ ചൂട് വരാൻ വയ്യ? മഹർഷിയും ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ താൻ മാത്രം എങ്ങനെ ചെരുപ്പിടും? മലയുടെ മുകളിലേക്ക് നടന്നു പോണ വഴി കുറച്ചു ദൂരമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു പോയിട്ട് അറിഞ്ഞില്ല. പിന്നെ ഒരു പകുതി ദൂരം എത്തിയപ്പോ കുറെ പേരൊക്കെ നിങ്ങൾ സ്കന്ധാശ്രമമൊക്കെ പോയിട്ടുള്ളവരാണ്. വന്നിട്ട് അവർക്കൊക്കെ അറിയാം. പകുതി ദൂരം എത്തിയപ്പോ ഇപ്പോഴൊക്കെ ധാരാളം മരം ഉണ്ട് അവിടെ. മുമ്പ് അതുമില്ല, ഒട്ടും മരം ഉണ്ടാവില്ല. ഒക്കെ അങ്ങനെ പാറ മാത്രമേ ഉള്ളൂ. ഭയങ്കര ചൂട്, തലയില് ചൂട്, കാലൊക്കെ പൊള്ള. ജഗദീശ ശാസ്ത്രി സഹിക്ക വയ്യാതായപ്പോ പറഞ്ഞു, ഭഗവാനെ നടക്കാൻ വയ്യ എനിക്ക്, ഞാൻ മരിച്ചു, അത്ര ചൂടാണ്. അപ്പോ ഭഗവാൻ പറഞ്ഞു, ഹേ ജഗദീശ, നിനക്കല്ലേ ചൂടുള്ളൂ, സൂര്യന് ചൂടുണ്ടോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, സൂര്യനായിട്ടിരിക്കൂ, നീ ആയിട്ടിരിക്കണ്ട. അതെങ്ങനെയാ ഭഗവാൻ? സൂര്യോഹമസ്മി എന്ന് ധ്യാനിക്ക, മന്ത്രം ജപിക്കും. ജഗദീശ് ശാസ്ത്രി പറഞ്ഞു, വേറെ എനിക്കിപ്പോ നിവൃത്തിയൊന്നുമില്ല, കാരണം ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റില്ല. ഈ സൂര്യോഹമസ്മി എന്ന് ജപിക്കല്ലാതെ ഇപ്പൊ വേറെ വഴിയില്ല. അപ്പോ ഒരു മരം പോലും ഇല്ല. സൂര്യോഹമസ്മി സൂര്യോഹമസ്മി ജപിച്ചു അത്ര. എന്നിട്ട് അങ്ങനെ ശ്രദ്ധ മുഴുവൻ അവിടെ ഇട്ടു. ഒരു വിധത്തില് സ്കന്ധാശ്രമം പോയി എത്തുന്നത് അറിഞ്ഞില്ല. പിന്നീട് ജഗദീശ് ശാസ്ത്രി ലൈഫിൽ ഒരിക്കലും ചെരുപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം ഞാൻ ആ മന്ത്രം ജപിച്ചിട്ടുമില്ല, ധ്യാനിച്ചിട്ടുമില്ല. പക്ഷേ ആ ഗുരു ഉപദേശം എന്ന് പറഞ്ഞാൽ അതാണ്, ഒറ്റ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ സിസ്റ്റം. രണ്ടാമത് പിന്നെ അത് ജപിക്കുകയോ ഒരു പ്രാക്ടീസ് ചെയ്യുകയോ ഒന്നും വേണ്ട. ഒറ്റ പ്രാവശ്യം അത് സിസ്റ്റത്തിൽ അസിമിലേറ്റ് ആയിക്കണേ. പിന്നീട് ചെരുപ്പേ ഉപയോഗിച്ചിട്ടില്ല. അതേ പിന്നെ ചൂടൊന്നും. സൂര്യരക്ഷാ ഉപദേശം കിട്ടി എനിക്കെന്നാണ്. അപ്പൊ തപാമ്യഹമഹം, ചൂട് ഭഗവാനാണെന്നാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്. AC റൂമിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ ഭഗവാനുള്ളൂ എന്നില്ല. തപാമ്യഹം, നല്ല വേനൽ കൊടും ചൂടിന്റെ രൂപത്തില് നാരായണനാണ് നിൽക്കുന്നത്. നല്ല മഴ, അത് ഞാനാണ്. വർഷം, അഹം വർഷം, മഴയേ പെയ്തില്ല, നിഗൃഹാമി, മഴ പെയ്യാതെ പിടിച്ചു നിർത്തുന്നതും ഞാനാണ്. ഉത്സൃജാമ്യഹം, മഴ പെയ്യിക്കണതും ഞാനാണ്. ഒരു സമയം ഡ്രോട്ടാണ്, മഴ പെയ്തില്ല, വിഷമാണ്, സഫർ. ബിക്കോസ് ഈശ്വരന്റെ ആണല്ലോ, സഫർ ചെയ്യാനാണ് നമ്മളെ ഭഗവാൻ പഠനം വെച്ചാൽ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ വണ്ടി ആ റോട്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോയി എടുത്തോളൂ കേട്ടോ, അവിടെ ബ്ലോക്കാവും. തപാമി അഹം വർഷം നിഗൃഹാമി ഉത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച. ആത്മജ്ഞാനം കൊണ്ട് അമൃതത്വം, മരണമില്ലാത്ത സ്വരൂപത്തിനെ അറിയുമ്പോൾ ആ മരണമില്ലാത്ത സ്വരൂപം ഭഗവാനാണ്. ഭഗവാൻ പറഞ്ഞു, മൃത്യുവും ഞാനാണെന്ന്. മൃത്യു, കാലത്തിൽ മൃത്യു വരുമ്പോ അതിനേക്കാളും വലിയ റിലീഫ് ഒന്നുമില്ല. ശരിക്കും നല്ല വിശപ്പ് വരുമ്പോ ആഹാരത്തിന് വേണ്ടി ആശിക്കണ പോലെ മരണത്തിന്റെ സമയം എടുത്തു കഴിഞ്ഞാൽ ഈ ജീവൻ ഉള്ളുകൊണ്ട് മരണത്തിന് വേണ്ടി വിശക്കും. മരിച്ചു നോക്കിയാലേ അറിയുള്ളൂ, ഇപ്പോഴൊന്നും അറിയില്ല. മരിച്ചു നോക്കിയാലേ അറിയുള്ളൂ. ഹൗ യു വിൽ റിലിഷ് ഇറ്റ്. ഡെലീഷ്യസ് ഡെത്ത്. മൃത്യുഹു യസ്യ ഉപസേചനം എന്നാണ്. അതാണ്, ജ്ഞാനികളൊക്കെ മരിച്ചു നോക്കിയവരാണ്, അവർക്ക് മരിച്ച് പരിചയമുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മൃത്യു എന്ന് പറയുന്നത് നല്ല പാൽപായസമാണെന്നാണ്. മൃത്യുരസ്യ ഉപസേചനം. ഭാഗവതത്തില് ശുക്രാചാര്യർ മരിച്ചു പോണവരൊക്കെ എഴുന്നേൽപ്പിക്കുന്ന ഒരു മന്ത്രം കണ്ടുപിടിച്ചതായിട്ട് ഒരു കഥയുണ്ട്. രാക്ഷസന്മാരൊക്കെ അസുരന്മാരെയൊക്കെ ദേവന്മാർ കൊന്നു കഴിഞ്ഞാൽ ശുക്രാചാര്യർ എണീപ്പിച്ചു വിടും അത്രേ. അത് കഴിയുമ്പോൾ അസുരന്മാർക്ക് നല്ല ഉത്സാഹം. അസുരന്മാർ പരസ്പരം പറഞ്ഞു അത്രേ, മരിച്ചു നോക്കണം, എന്തു സുഖം അറിയോ, ഉറങ്ങുമ്പോ തന്നെ ഇത്ര സുഖം, മരിച്ചാ പിന്നെ എന്തു സുഖാന്നാണ്. അപ്പോ മരിച്ച് ജനിച്ച ആൾക്കറിയാം മരണത്തിന്റെ ഉള്ളിൽ കൂടെ പുറത്തു വരണതാണ് ജ്ഞാനം എന്ന് പറയണതേ. അപ്പൊ പിന്നെ നമുക്കറിയാം നമ്മളുടെ റിയൽ സെന്ററിൽ മരണമില്ല, മരണം എന്ന് പറയുന്നത് ഒരു റിലീഷിംഗ് എക്സ്പീരിയൻസ് ആണെന്നറിയാം. ഭഗവാൻ പറയണത് മരണം ഞാനാണ്, അമൃതവും ഞാനാണ്, മരണവും ഞാനാണ്.
നമ്മൾ ഗുരുവായൂരപ്പനെയാണ് മരണത്തിൽ കാണാൻ പോണതെങ്കിൽ പിന്നെ എന്തിനു ഭയപ്പെടണം? നല്ല കൊടും വേനലിൽ ബുദ്ധിമുട്ടുമ്പോ ഭഗവത് അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ എന്തിനു ഭയപ്പെടണം? മഴയില്ല, വെള്ളം കൊണ്ട് വിഷമിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ വിഷമിച്ചാലേ നന്നാവൂ. ഒരുപാട് സുഖമായിട്ടിരുന്നാൽ ഭഗവത് പ്രാപ്തി ഉണ്ടാവില്ല. അപ്പോ വേണമെന്ന് പറഞ്ഞ് നമുക്കൊരു ട്രീറ്റ്മെന്റാണ് ഭഗവാൻ മഴയില്ലാതാക്കണത്. കുടുംബത്തിലൊക്കെ പല വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ അഹങ്കാരം വേറെ ഒരു വഴിക്കും മാറില്ല. അതുകൊണ്ട് ഭഗവാൻ ചില ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് തരികയാണ്. സഹിച്ചേ പറ്റും. തപാമ്യഹം, ഈ ചൂട് പുറമേക്കുള്ള ചൂട് മാത്രമല്ല, നമ്മളിട്ട് ചിലപ്പോ വേവിച്ചെടുക്കുമല്ലോ അല്ലേ? ചില ജീവിത അനുഭവങ്ങൾ നല്ലവണ്ണം പൊരിച്ചെടുത്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണ പോലെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ വരും. എന്തുകൊണ്ടാ വരുന്നത്? യു കനോട്ട് എക്സ്പ്ലെയിൻ. എന്തോ നടക്കാണ്. ഇത്രയധികം വിഷമുണ്ടാവുന്നു. ഇത്രയധികം വിഷമത്തിന്റെ ഒരു പോസിബിൾ കോസ് എന്താന്ന് വെച്ചാൽ അതിന്റെ സംസ്കാരം ഉള്ളിൽ കടന്നിട്ട് ഈ ജീവൻ പറയും അടുത്ത ജന്മത്തിൽ പൂർണ്ണ വിരക്തനായിട്ട് ചിലപ്പോൾ ജനിക്കും, ഒന്നിലും ബന്ധമില്ലാതെ ജനിക്കും, ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ നിവൃത്താവും. അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പോവുമോ? എന്തൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കണത് അല്ലേ? അതൊക്കെ തന്നെ വ്യാമോഹാണ്. എന്തൊക്കെ വേദാന്ത ലെക്ചർ പറഞ്ഞാലും ഒന്നും കാര്യമില്ല. നിങ്ങൾക്ക് പറയുമ്പോഴൊക്കെ പറയാന്നല്ലാതെ കാര്യത്തിൽ വരുമ്പോ പിന്നെയും നമ്മൾ അവിടേക്ക് തന്നെ പോകും. നേരെ മറിച്ച് അവിടെ നല്ല കടി കിട്ടിയാല്, കുറെ വിഷമം ഉണ്ടായാല്, കുറെ ദുഃഖം ഉണ്ടായാല്, തമിഴിലൊരു പാട്ടുണ്ട്, പഴയ കണ്ണദാസന്റെ പാട്ടാണ്, ചട്ടി ചുട്ടുതടാ കൈ വിട്ടുതടാന്ന്. ചട്ടി ചുട്ട കൈ തനിയെ വിടും, പിന്നെ പിടിച്ചോണ്ടൊന്നും നിൽക്കില്ല. അതുപോലെ ജീവിതത്തിൽ നല്ല അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നല്ലവണ്ണം വിഷമിച്ച് നമ്മളുടെ കോശങ്ങളുടെ ഉള്ളിലൊക്കെ തന്നെ ആ സംസ്കാരം നിൽക്കണം. അപ്പോഴാണ് ഒരു വലിയ മഹാപുരുഷന്മാരൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ്. അത് നമുക്കിപ്പോ ഉള്ള അനുഭവം വെച്ചുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയൊക്കെ വരണമല്ലോ, ഭഗവാന് കരുണയില്ല, ഭഗവാൻ എങ്ങനെയൊക്കെ ചെയ്യണമല്ലോ ഒക്കെ തോന്നും. വേറെ വഴിയില്ല എന്നാണ്. ഒരുപാട് നമ്മൾ ഭഗവാന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞാൽ ഭഗവാൻ ചോദിക്കുക, ആരാ വിഷമിക്കണത്? ഞാൻ തന്നെയാണ്. ഈ ഉള്ളിലിരുന്ന് വിഷമിക്കണത് ഞാൻ തന്നെയാണ്, നീയല്ല, നീ ഇല്ല. എന്റെ ഉള്ളിലിരുന്ന് ഈ ദുഃഖത്തിനെ അനുഭവിക്കണത് ഞാൻ തന്നെയാണ്. സുഖം അനുഭവിക്കണം ഞാൻ തന്നെയാണ്, ദുഃഖം അനുഭവിക്കണം ഞാൻ തന്നെയാണ്. അനുഭോക്താവായിട്ട് വേറെ ആരുമില്ലല്ലോ. ഭോക്താഭോഗ്യം പ്രേരിതാരം ചമത്വാം. ഞാൻ അനുഭവിക്കണമല്ലോ. ഈ അനുഭവിക്കണം ഞാൻ ആരെന്ന് അന്വേഷിച്ചാൽ ഞാൻ മറഞ്ഞു പോവും. ഞാനൊരു സാധനയില്ല, അന്തര്യാമിയേ ഉള്ളൂ. അപ്പോ തപാമ്യഹമഹം വർഷം നിഗൃഹാമി ഉത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ഛാഹം അർജുന എന്ന് പറയാണ്. ഇനി ഗീതയിലെ ഏറ്റവും പ്രധാനമായ ശ്ലോകം നമ്മള് നാളെ കാണണം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല